നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ്? നമ്മൾ നേരിട്ട് എന്തായാലും ഏറ്റവും ഒടുവിൽ കോളേജിൽ പഠിക്കണം എന്നുള്ളതുകൊണ്ട് നേരെ ആദ്യം കോളേജിലാണ് പഠിക്കാൻ പോണേ. എന്തുകൊണ്ടാണ് നേരെ ആദ്യം കോളേജിൽ പോകാത്തത്? അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ ഘട്ടം ഘട്ടമായി നമ്മുടെ ബോധം അതിനനുസരിച്ച് വികസിക്കണം, അല്ലേ? ശരീരം വളരുന്നത് കൊണ്ടാണോ നമ്മൾ വലിയ ആളാവുന്നത്? സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടുന്നതാണോ? അല്ല. പിന്നെയോ? ബോധം വികസിക്കുന്നതനുസരിച്ച്, അല്ലേ? അറിവാണ് വികസിക്കേണ്ടത്. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ശരീരഘടന ഇപ്പോൾ കുറേ വളർന്നു, അതുകൊണ്ട് അവൻ വലുതായി എന്ന് ചിന്തിക്കാറുണ്ടോ? അവിടെ അഡ്മിഷന് അവൻ്റെ അറിവാണ് വലുതാവേണ്ടത്. അപ്പോൾ ഇവിടെയും സാധാരണക്കാരായ നമ്മുടെ ബോധമണ്ഡലത്തിൻ്റെ വികാസത്തിന് ഒരു ഘടനയുണ്ട്. അതുകൊണ്ട് ഘട്ടം ഘട്ടമായി നമ്മൾ എവിടേക്ക് ഉയർത്തുകയാണ്? പൂർണ്ണഭാവത്തിലേക്ക് ഉയർത്തുകയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് നമ്മളെ മൂർത്തികളായ ദേവതാരൂപങ്ങളിലൂടെ നമ്മുടെ ഭക്തിയിലേക്ക് ബന്ധിപ്പിക്കുന്നത്. അതതിൻ്റെ പ്രൈമറി സ്റ്റേജാണ്. നമ്മൾ ഇവിടെ ഭാഗവതത്തിൽ തന്നെ 3-ാമത്തെ സ്കന്ധത്തിൽ അവിടെ കപിലൻ്റെ അവതാരം പറഞ്ഞപ്പോൾ കപിലൻ അമ്മയോട് പറയുന്ന ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നുകൂടി ഓർത്താൻ നല്ലതാണ്. ഭഗവാനെ സർവത്ര പ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്ന ശക്തിയായി അറിയുന്നത് വരെ അമ്മ സാധാരണയുള്ള നിലയിലുള്ള വസ്തുക്കളിലൂടെ ഭഗവാനെ ആരാധിക്കാൻ, വിഗ്രഹത്തിലും പൂജയ്ക്കും ഒക്കെ സ്ഥാനം എവിടം വരെയാണെന്ന് ചോദിച്ചാൽ ഈ സർവപ്രപഞ്ചത്തിലും തിങ്ങുന്ന ഈശ്വരൻ ഏകസ്വരൂപമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആ ആരാധനകൾ. അതുകൊണ്ട് പ്രാഥമിക ആരാധനകളാണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നതെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിലൂടെ വേണം നമ്മൾ പരിപൂർണമായിട്ടുള്ള ഇന്ദ്രിയ ബോധത്തിന് അതീതമായ രീതിയിൽ ഭഗവാനെ അറിയേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഭഗവാന്റെ രൂപങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഒരു മഹത്തായ ബോധത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധികൾ മാത്രമാണ്. മനസ്സിലായില്ലേ? ഉപാധികൾ അവിടെ എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപാധിയെ ആശ്രയിക്കേണ്ട ആവശ്യം വലുതായിട്ടില്ല. അപ്പോൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് പിന്നെ ഉപാധി വേണ്ട എന്നുള്ളതല്ല, അടുത്ത ആൾക്കാർക്കും എത്തണമല്ലോ. നമുക്ക് മാത്രം എത്തിയാൽ പോരാ, അല്ലേ? നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ സ്കൂൾ ഇടിച്ചു പൊളിച്ച് കളയുമോ? എനിക്കിനി ഈ സ്കൂൾ വേണ്ട, ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് ജയിച്ച് കോളേജിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അടുത്ത തലമുറകൾക്ക് എന്ത് വേണം? ഇത് ആവശ്യമാണ്. ഇതുപോലെയാണ് നമ്മൾ ഉപാധികളെ നിലനിർത്തുന്നത്. ഇവിടെ പറഞ്ഞു 4 യോഗമാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, അതുപോലെ തന്നെ രാജയോഗം. ഈ 4 മാർഗങ്ങളാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ 4 കരങ്ങളിലായി കാണപ്പെടുന്നത്. എന്തൊക്കെയാണ് 4 കരങ്ങളുടെ പ്രത്യേകത? ഭഗവാന്റെ 4 കരങ്ങൾ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? ശംഖ്, ചക്ര, ഗദ, പത്മം, അല്ലേ? കാരണം എന്താ? ജീവിതത്തെ സ്ഥിതിയിൽ നിലനിർത്തുന്ന വിഷ്ണുവാണ്. സൃഷ്ടികർത്താവ് ബ്രഹ്മാവ്, സ്ഥിതി പാലകൻ വിഷ്ണു, അത് കഴിഞ്ഞാൽ ലയനകാരകൻ ശിവനാണ്. ഇവിടെ ശിവൻ സംഹാരകനാണ് എന്നൊരു വാക്കുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഈ ശിവൻ മരണത്തിലേക്ക് എത്തിക്കുന്ന ശിവനല്ല. മനസ്സിലായില്ലേ? ശിവനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മരണാതീതനായി മാറണം. അതാണ് ശിവന് മൃത്യുഞ്ജയൻ എന്നൊരു പേരുള്ളത്. മരണം കാലൻ്റെ കൈകളിലാണ്. ശിവനിലേക്ക് നമ്മുടെ ജീവൻ എത്തപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ. മനസ്സിലായില്ലേ? കാര്യം ജനിമരണങ്ങളില്ലാത്ത അവസ്ഥയിലൂടെയാണ് ശിവനെ പ്രാപിക്കുന്നത്. അതാണ് മഹാദേവൻ എന്നൊരു വാക്ക് വരുന്നത്. പരമശിവൻ എന്ന വാക്ക് പൂർണ്ണമാക്കുന്നത്. അവിടെ സംഹാരകൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹരിച്ചത് എന്തിനെയാണ്? സമ്മെന്ന ഞാനെന്ന എല്ലാ അജ്ഞാനത്തെയും ഹരിക്കുമ്പോഴാണ് ഭഗവാനിലേക്ക് ചേരുന്നത്. ലയനകാരകനാണ് പൂർണ്ണമായിട്ടും. അപ്പോൾ ആ നിലയിൽ എടുക്കണം. ഇവിടെ സ്ഥിതിപാലകനായ ഭഗവാന്റെ 4 ഭുജങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 മാർഗങ്ങളാണ്. ജ്ഞാനയോഗത്തിൻ്റെ പ്രതീകമാണ് സുദർശനം. സുദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സുദർശനം, നല്ല ജ്ഞാനം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നല്ല ജ്ഞാനത്തിന് എന്തിനാണ് ചക്രരൂപത്തിൽ വെച്ചിരിക്കുന്നത്? അജ്ഞാനത്തെ മുറിച്ച് കളയാനുള്ള ആയുധം എന്ന അർത്ഥത്തിലാണ്. മനസ്സിലായില്ലേ? അത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുക. ജ്ഞാനം എവിടെയെങ്കിലും നിശ്ചലമാവാറുണ്ടോ? ജ്ഞാനം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ജ്ഞാനത്തെ ഒരിക്കലും നിശ്ചലമാകാറില്ല. അതാണ് ഭഗവാന്റെ സുദർശനം. പിന്നെ ഇരിക്കുന്ന ഒന്ന് ശംഖാണ്. ശംഖ് എന്തിൻ്റെ പ്രതീകമാണ്? രാജയോഗത്തിൻ്റേതാണ്. യോഗിമാർ തപസ് ചെയ്യുമ്പോൾ, അതിനെയാണ് രാജയോഗം, തപസ്, ധ്യാനം. ആ തപസ് ചെയ്യുമ്പോൾ അവരെ ഉള്ളിൽ ഉയരുന്ന ഓംകാര ശബ്ദമാണ് ശംഖിൻ്റെ മന്ത്രധ്വനി. ആ മാർഗത്തിലൂടെ പോകുന്നവർക്കാണ് ശംഖ് എന്നുള്ള പ്രതീകത്തെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒന്ന് ഗദയാണ്. ഗദ എന്തിൻ്റെ? കർമ്മത്തിൻ്റെ പ്രതീകമാണ്. കർമ്മത്തിലൂടെയാണല്ലോ നമ്മൾ സ്വാധീനവും പ്രൗഢിയും ആധിപത്യമൊക്കെ ഉറപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ കർമ്മത്തിൻ്റെ പ്രതീകമാണ് ഗദ. അതുകൊണ്ടാണ് വരാഹാവതാര സമയത്ത് പറഞ്ഞിരുന്നു, ഭഗവാൻ വരാഹമൂർത്തിയായി വരുമ്പോൾ സുദർശനം കൊണ്ട്
അവിടെ ഹിരണ്യകശിപുവിൻ്റെ ഗദയെ മുറിച്ചു എന്നൊരു വാക്കിവിടെ പറഞ്ഞിരുന്നു. അന്ന് കേട്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവാം. അപ്പോൾ അങ്ങനെ മുറിച്ചിരുന്നു എന്ന് പറഞ്ഞു. കാരണം എന്താ? കർമ്മബന്ധങ്ങളെ ഇല്ലാതാക്കി. അപ്പോൾ കർമ്മത്തിൻ്റെ പ്രതീകമാണ് ഗദ. ഇനി താമര എന്തിൻ്റെ പ്രതീകമാണ്? ഭക്തിയുടെ പ്രതീകമാണ്. അതുകൊണ്ടാണ് എല്ലാ ഭഗവാന്മാരുടെ പാദങ്ങളിലും താമരയ്ക്ക് സ്ഥാനം വന്നത്. മനസ്സിലായില്ലേ? കാരണം ഭക്തിയിലാണ് ഭഗവാൻ നിലനിൽക്കുന്നത്. പൂർണ്ണഭാവത്തിൽ ഭഗവാനെ ഭക്തിയിലാണ്. അപ്പോൾ ഭക്തിയുടെ പ്രതീകമാണ് താമര. അപ്പോൾ ഈ ഒരു നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം ജ്ഞാനഭാവത്തിന് ഉണ്ട്. അപ്പോൾ ആ ജ്ഞാനബോധ സ്വരൂപത്തിൽ വേണം ഭഗവാനെ നമ്മൾ അറിയേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ജ്ഞാനത്തോടു കൂടി വേണം ഭഗവാനെ അറിയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ബാഹ്യ രീതിയിലുള്ള അറിവിലേക്ക് മാത്രം ഒതുങ്ങുന്നതായി പോകും. അപ്പം ഭക്തിയിലൂടെ തന്നെ നമ്മൾ ഏതിലേക്ക് വളരണം? ജ്ഞാനത്തിലേക്ക് വളരണം. അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത്, ഭാഗവതത്തിൽ 3 ഘടകങ്ങൾ വളരെ പ്രധാനമാണ്: ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. മനസ്സിലായില്ലേ? ഭക്തി ഉണ്ടാവണം ആദ്യം, പിന്നെ ഭക്തിയിലൂടെ ഭഗവാനിൽ നിന്നുള്ള ജ്ഞാനത്തെ നേടണം. ജ്ഞാനം നേടുന്നതോടുകൂടി എല്ലാ രാഗങ്ങളെയും മോഹങ്ങളെയും ഉപേക്ഷിച്ച്, മനസ്സിലായില്ലേ, ഈശ്വരനിലേക്കുള്ള മോഹം വന്നു ചേരണം എന്ന നിലയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോടുകൂടി ഭഗവാനെ നേടുവാനാണ് ഭാഗവതം നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന ആത്മബോധത്തിലേക്ക് ഉയർന്നുകൊണ്ട് നമുക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഭഗവാന്റെ അവതാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തൊട്ടു മുമ്പൊരു അവതാരത്തെക്കുറിച്ചിട്ടൊരു വർണ്ണനയുണ്ട്, രാമാവതാരം. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിച്ചില്ല. ഇവിടെ രാമാവതാരവും കൃഷ്ണാവതാരവും പരസ്പര പൂരകമായ അവതാരമാണ്. ഇവിടെ അവതാര വർണ്ണന പറയുമ്പോൾ ആചാര്യശ്രേഷ്ഠന്മാർ പറയും, രാമനെ അറിയാതെ ഒരു ഈശ്വരനെ അറിയാൻ സാധിക്കില്ല എന്ന് പറയാറുണ്ട്. ഏതൊരു ഈശ്വരനെ അറിയണമെങ്കിലും ആദ്യം ആരെ അറിയണം? രാമനെ അറിയണം. ഇനി ഏതൊരു ദേവനെ പൂജിക്കണമെങ്കിൽ ആദ്യം ആരെ പൂജിക്കണം? ഗണപതിയെ പൂജിക്കണം. അവിടെ രാമനല്ല. മനസ്സിലായില്ലേ? കർമ്മവിധാനത്തിലാകുമ്പോൾ ഗണപതിയും, മനസ്സിലാവില്ലേ, വിധാനത്തിൽ രാമനും. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആദ്യം ആരെയാണ് പൂജിക്കുന്നത്? എന്ത് കർമ്മം തുടങ്ങും? ആദ്യം ഗണപതിക്കാണ്, അല്ലേ? അപ്പോൾ കർമ്മവിധാനത്തിൽ ഗണപതിക്കാണെങ്കിൽ അറിവിൻ്റെ തലത്തിൽ നമ്മൾ ആദ്യമേ ഉൾക്കൊള്ളുന്നത് രാമനെ അറിയണമെന്ന് പറയും. ഗണപതിയെ അറിയണമെങ്കിൽ പോലും രാമനെ അറിയണം. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ധർമ്മസ്വരൂപന്മാരല്ലേ ഈശ്വരന്മാരെല്ലാവരും, അല്ലേ? ഈശ്വരന്മാരെ മുഴുവൻ നമ്മൾ പറയുന്ന പേരെന്താ? ധർമ്മസ്വരൂപം എന്നാണ്. ഇവിടെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത്ഗീതയിൽ പറയും എന്തിനു വേണ്ടിയിട്ടാണ്? പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ് ഭഗവാന്റെ അവതാരം. അപ്പോൾ ധർമ്മത്തിന് അത്രയധികം പ്രാധാന്യമില്ലേ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തിയിരിക്കുന്നത്, ധരിച്ചിരിക്കുന്നത് ധർമ്മമാണ്. അപ്പോൾ ആ ധർമ്മത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരങ്ങളെന്ന് പോലും പറയപ്പെടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ ധർമ്മത്തെ അറിയാൻ ഏറ്റവും സഹായകരം എന്ന് പറയുന്നത് രാമനാണ്. അതുകൊണ്ടാണ് രാമോ വിഗ്രവാൻ ധർമ്മ. രാമനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ധർമ്മത്തിൻ്റെ സ്വരൂപം എന്താണോ അത് രാമനാണ്. മനസ്സിലാവുന്നുണ്ടോ? ധർമ്മം എന്താണെന്ന് പഠിക്കാൻ ആരെ പഠിച്ചാൽ മതി? രാമനെ പഠിച്ചാൽ മതി. നമ്മളിപ്പോൾ കലിയുഗവരതനായ സാക്ഷാൽ ശബരിമല വാണരുളുന്ന അയ്യപ്പസ്വാമിയുടെ ദർശനത്തിന് പോകുമ്പോൾ ആചാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു ആചാരമാണ് രാമായണത്തിനുള്ളത്. അറിയുമോ നമുക്ക് എന്താണെന്ന്? നമ്മുടെ ഒരു അവസ്ഥ ഇപ്പോൾ ദുരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആചാരങ്ങൾ പലതും നമുക്ക് അറിയത്തതുമില്ല, ആചരിക്കാറുമില്ല, അല്ലേ? ആരോ ഒക്കെ പറഞ്ഞു ഇതെല്ലാം വഴിതെറ്റിക്കുന്ന അന്ധവിശ്വാസമാണെന്ന്. അതിൽ വലിയൊരു ശതമാനം ആൾക്കാരും അത് ഉപേക്ഷിച്ചു. പിന്നെ ഭക്തന്മാരായി പോകുന്ന ആൾക്കാർ, വലിയൊരു ശതമാനം ആൾക്കാരും ഈ ഭക്തിയുടെ തലത്തിലേക്ക് ഒരിക്കലും അറിവിനെ കൊണ്ടുവരാറില്ല. അതാണ് ഇന്ന് നേരിടുന്ന ഒരു വലിയ അപകടം. ഭക്തിയുടെ തലത്തിലേക്ക് ആകെ കൊണ്ടുവരുന്നത് എന്താ? ക്ഷേത്ര ദർശനം നടത്തുക, കുറേ വഴിപാട് നടത്തുക, പൂജ നടത്തുക. അതിനപ്പുറത്തേക്ക് ശരിയായ അറിവും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഭക്തന്മാരുടെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആചരണങ്ങൾ ഇല്ലാണ്ടാവുന്നത്. അർത്ഥം അറിയാത്തത് കൊണ്ട് എന്തു ചെയ്യും? അതിനെ ഉപേക്ഷിക്കും. ഇവിടെ ശബരിമല യാത്രയുടെ ഭാഗത്തിൽ വളരെ കൃത്യമായി പറയും, ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് രാമായണ കഥ ചൊല്ലി വേണം മല കയറാൻ എന്നാണ്. മനസ്സിലായില്ലേ? അതിനാണ് പണ്ട് ഗുരുസ്വാമി സമ്പ്രദായമൊക്കെ വന്നിരുന്നത്. ഗുരുസ്വാമി ധർമ്മബോധമുള്ള ജ്ഞാനത്തെ പല വഴികാട്ടിയാവാനല്ല ഗുരുസ്വാമി. മലയിലേക്ക് പോകുമ്പോൾ പണ്ട് കാടായിരുന്നു, അതുകൊണ്ട് കാട്ടിൽ കൂടെ പോകുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി നയിക്കുന്ന ആളിനെ അല്ല ഗുരുസ്വാമി എന്ന് വിളിക്കുന്നത്. ഗുരു എന്ന വാക്കെന്താ?
അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അജ്ഞാനമാകുന്ന അല്ലേ ആ തിമിരത്തെ മാറ്റി ജ്ഞാനമാകുന്ന അഞ്ജനശിലക കൊണ്ട് നമ്മുടെ കാഴ്ചയെ തെളിയിക്കുന്നവനാണ് ഗുരു. അതായത് അറിവ് പകരുന്നവനാണ് ഗുരു. അപ്പോൾ ആ ഗുരു ആ അറിവ് പകരാൻ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മശാസ്താവാണ് അല്ലേ? ധർമ്മശാസ്താവാണല്ലോ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയുടെ ഭാവം. ധർമ്മശാസ്താവ് എന്ന രൂപത്തിലാണ്. ആ ധർമ്മശാസ്താവിൽ ലയിച്ചു ചേർന്ന് വിലയം പ്രാപിച്ചതാണ് അയ്യപ്പ സ്വരൂപം. ആ ധർമ്മശാസ്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ധർമ്മത്തെ ശാസിക്കുന്നവൻ, ധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. മനസ്സിലായില്ലേ? ശാസന, ഭഗവാൻ ഒറ്റ കാര്യത്തിലേ ശാസന പറയുന്നുള്ളൂ, അതായത് ഉപദേശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നുള്ളൂ. എന്താ? ധർമ്മത്തെ, ജീവിതത്തിൽ ധർമ്മം ആചരിക്കുന്നവനാവണം അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് അവിടെ വ്രതാനുഷ്ഠാനത്തിന് വലിയ പ്രാധാന്യമുള്ളത്. ആ വ്രതാനുഷ്ഠാനങ്ങൾ നടത്താതെ ഒരാൾക്കും ആ മലയിൽ പോകുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. വെറുതെ ഒരു ടൂറ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പലപ്പോഴും ഈ വ്രതം പോലും എന്തിനാണെന്ന് ചോദിച്ചാൽ പോലും അറിയാത്തവരാണ് നമ്മൾ കൂടുതലും. ശരിയല്ലേ? ശബരിമലയിൽ പോകുന്നതിന് 41 ദിവസത്തെ വ്രതം നിഷ്ഠയോടുകൂടി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ 41? ഈ അടുത്ത കാലത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കഴുകന്മാർ കൊത്തിപ്പറിക്കുന്നത് നമ്മുടെ ആചാരങ്ങളെയാണ്. എന്താ കാരണം? ഏതൊരാൾ വന്നും ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും നമ്മൾ തലകുലുക്കി കേൾക്കും. അതാണ് പ്രശ്നം. ഇവിടെ 41 കുറച്ചുകൂടെ കൂട്ടിക്കൂടെ എന്നൊക്കെ ചോദിച്ച് പലരും ഇല്ലേ പല സമയത്ത്. ഇവിടെ 41 എന്ന് പറയുന്നത് ഒരു വർഷക്കാലഘട്ടം, കാലയളവിലെ വ്രതാനുഷ്ഠാനത്തിൻ്റെ സൂചികയാണ്. ഒരു വർഷക്കാലഘട്ടത്തെ കണക്കാക്കുന്നതിൻ്റെ 2 മാർഗദർശനമുള്ളത്. ഒന്ന് സൂര്യവംശത്തെയും ഒന്ന് ചന്ദ്രനെയും ആസ്പദമാക്കി. സൂര്യചന്ദ്രന്മാരല്ലേ കാലത്തിൻ്റെ സാക്ഷി അല്ലേ? കാലം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കാലം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു സൂര്യൻ വന്നത് പകലും അല്ലേ, ചന്ദ്രൻ നിലനിൽക്കുന്നത് രാത്രിയും. ഈ പകലും രാത്രിയും ഇല്ലെങ്കിൽ ദിവസത്തെ നിർണ്ണയിക്കാൻ പറ്റുമോ? ദിവസത്തെ നിർണ്ണയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആഴ്ചയെ നിർണ്ണയിക്കാൻ പറ്റുമോ? ആഴ്ചയെ നിർണ്ണയിക്കാൻ സാധിച്ചില്ല എങ്കിൽ മാസത്തെ നിർണ്ണയിക്കാൻ സാധിക്കുമോ? മാസത്തെ നിർണ്ണയിച്ചില്ലെങ്കിൽ വർഷത്തെ നിർണ്ണയിക്കാൻ പറ്റുമോ? മനസ്സിലായില്ലേ? ഇവിടെ കാലത്തെ നിർണ്ണയിക്കുക നമ്മുടെ സർക്കാരൊന്നും അല്ലാണോ? സൂര്യചന്ദ്രന്മാരാണ് കാലത്തെ നിർണ്ണയിക്കുന്നത്. ഈ സൂര്യചന്ദ്രന്മാരെ ആശ്രയിച്ച് 2 വർഷക്കാലത്തെ 2ആയിട്ട് തരംതിരിക്കാം. സൂര്യവർഷമെന്നും ചന്ദ്രവർഷമെന്നും. ചന്ദ്രവർഷത്തെ എങ്ങനെയാണ് കണക്കൂട്ടുന്നത് വെച്ചാൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് 27 നക്ഷത്രങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് 27 നക്ഷത്രങ്ങളുണ്ട്. നമുക്കിവിടെ ജന്മനക്ഷത്രങ്ങളില്ലേ? ഈ നക്ഷത്രങ്ങളെ ചന്ദ്രൻ്റെ പത്നിമാരെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഗ്രഹനില വരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഏത് മാസത്തിലാണോ ജനിച്ചത് ആ മാസത്തിൻ്റെ നേരെ ഛ എന്നൊരു ശബ്ദം എഴുതിയേക്കൊരു വാക്ക്. മനസ്സിലായില്ലേ? അവിടെയാണ് ലഗ്നം എന്ന് പറയുന്നത്. അതിനെ തൊട്ടാണ് നമ്മുടെ ശുഭാശുഭങ്ങളെ മുഴുവൻ ഗണിക്കുന്നത്. കണ്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ ഗ്രഹനിലയിൽ ഛ എന്നെഴുതിയ ചന്ദ്രൻ വരുന്നത്. ഇപ്പോൾ ഛ എന്ന് എഴുതിയിരിക്കുന്ന മാസക്രമം നമ്മുടെ മാസത്തിൻ്റെ ആരാധ്യക്രമമാണെന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണം. അവിടെയാണ് നമ്മുടെ ലഗ്നാധിപനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രനെ ആസ്പദമാക്കി ചിന്തിച്ചാൽ ഒരു ചന്ദ്രമാസം എന്ന് പറയപ്പെടുന്നത് 27 ദിവസമാണ്. ഒരു ചന്ദ്രമാസം 27 ദിവസമാണ്. ആ ഒരു ചന്ദ്രമാസത്തിൻ്റെ 27നെ എടുത്ത് നിങ്ങൾ 12 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു സംഖ്യ ഉണ്ടാവും. ഒന്ന് ഗുണിച്ചു നോക്കിയാൽ മതി വീട്ടിൽ പോയിട്ട്. 27 ഇൻറ്റു 12 മാസം എന്നുള്ള നിലയിൽ. ഇനി സൂര്യനെ ആസ്പദമാക്കി നോക്കിയാൽ സൂര്യൻ്റെ ഒരു മാസം എന്ന് പറയുന്നത് നമ്മളൊന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? 30-31 എന്നുള്ള നിലയിൽ വരും അല്ലേ? അപ്പം സൂര്യൻ്റെ ഒരു വർഷം കണക്കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ ഒരു വർഷം കണക്കൂട്ടിയാൽ 365 വരും. ഈ 365 നിന്ന് ചന്ദ്രൻ്റെ കാലയളവിനെ കുറച്ചാൽ കൃത്യമായി 41 എത്തും. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായി 41 എത്തും. ഈ കാലയളവിനെ, ഈ കാലസാക്ഷിയായ ഒരു വർഷക്കാലത്തെ സൂര്യചന്ദ്രന്മാരെ സാക്ഷിയാക്കി നമ്മളെടുക്കുന്ന വ്രതാനുഷ്ഠാനത്തിനാണ് ഒരു മണ്ഡലമാസ വ്രതം എന്ന നിലയിൽ പറയുന്നത്. അവിടേക്ക് പോകുമ്പോൾ രാമായണം ചൊല്ലിക്കയറണം എന്നൊരു ശാസ്ത്രമുണ്ട്. രാമായണത്തിലൂടെ ചൊല്ലിക്കയറുക എന്ന് പറഞ്ഞാൽ എന്താ? രാമായണത്തിലൂടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കുക. പട്ടാഭിഷേകം സന്നിധാനത്ത് ചെല്ലുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇങ്ങനെയൊക്കെ നമ്മുടെ ആചാരങ്ങൾ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ രാമാവതാരത്തെ നമുക്ക് കൃഷ്ണാവതാരവുമായി ചേർത്ത് നമുക്ക് ചിന്തിക്കാം. കാരണം രാമകൃഷ്ണ അവതാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ധർമ്മത്തെ അറിയാതെ മറ്റൊരു ഈശ്വരനെ അറിയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് രാമനെ അറിയാതെ മറ്റൊരു ഈശ്വരനെ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ?
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാമൻ്റെ പ്രാധാന്യം. ഇനി ആ രാമൻ നമുക്ക് ഇവിടെ കൃഷ്ണാവതാരവുമായി ചേർത്ത് ചിന്തിക്കുമ്പോൾ ചില പരസ്പര സാമ്യങ്ങൾ ഇവിടെ കൃഷ്ണരാമാവതാരത്തിലുണ്ട്. കാരണം ഈ രണ്ട് അവതാരവും ഒരർത്ഥത്തിൽ പൂർണ്ണഭാവത്തിലുള്ള അവതാരങ്ങളാണ്. രാമകൃഷ്ണ അവതാരം, ബാക്കിയുള്ള അവതാരമൊക്കെ ഹ്രസ്വ അവതാരമുണ്ട്, നൈമിഷിക അവതാരങ്ങളുണ്ട്, ഇല്ലേ? പലതരത്തിലുള്ള അവതാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നരസിംഹ അവതാരത്തിൻ്റെ അച്ഛനും അമ്മയും ആരാ? മനസ്സിലായോ? നരസിംഹാവതാരത്തിൻ്റെ അച്ഛൻ ആരാ അമ്മ ആരാന്ന് വെച്ചാൽ തൂണാണെന്ന് പറയേണ്ടി വരും, അല്ലേ? പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? കാരണം നൈമിഷികമാണ്. ഒരു കാര്യത്തിന് വേണ്ടി വന്നു, രൂപപ്പെട്ടു, അത് കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു. വാമനാവതാരം, ഹ്രസ്വാവതാരം, കുറച്ച് സമയം ഉണ്ടായിരുന്നു. ജനിച്ച സ്ഥലത്തുനിന്ന് കുറേ യാത്ര ചെയ്ത് മഹാബലിയുടെ അടുത്ത് വരെ വന്നു, മഹാബലിയെ അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയുള്ള അവതാരമുണ്ട്. കൂർമാവതാരം, മന്ദരപർവ്വതം താഴേക്ക് പോയപ്പോൾ രൂപപ്പെട്ടു. മന്ദരപർവ്വതത്തിൻ്റെ ആ കടമ കഴിഞ്ഞു, പാലാഴി മദനം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ മാതാപിതാക്കളെയോ മറ്റുള്ളവരെയോ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ രാമകൃഷ്ണ അവതാരത്തിൽ മാത്രം വളരെ കൃത്യമായി മാതാപിതാക്കളെ സ്വീകരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം വന്ന അവതാരങ്ങൾ രണ്ടേ അവതാരമേ ഉള്ളൂ. അതേതൊക്കെയാ? രാമാവതാരവും കൃഷ്ണാവതാരം. ബാക്കിയൊന്നും മുൻകൂട്ടി നിശ്ചയിച്ചതല്ല. ബാക്കിയൊക്കെ അതാത് സമയങ്ങളിലുണ്ടായ ക്രൈസസിനെ നേരിടാൻ, അല്ലേ? നമ്മൾ പറയത്തില്ലേ യുദ്ധകാലാടിസ്ഥാനത്തിൽ സൈന്യം ഇറങ്ങി എന്നൊക്കെ പറയത്തില്ലേ? ചില അപകടം ഉണ്ടാകുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ ഇറങ്ങാറില്ലേ? എന്നതുപോലെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പെട്ടെന്ന് രൂപപ്പെട്ട അവതാരമാണ് ഭഗവാന്റെ. അപ്പോൾ ഭഗവാൻ അവതരിക്കാൻ വളരെ പെട്ടെന്നും ഭഗവാൻ അവതാരത്തിലേക്ക് എത്തും, ഇല്ലേ? ദീർഘകാലം കൊണ്ട് ആലോചിച്ചുറപ്പിച്ച അവതാരമുണ്ട്. ഇവിടെ രാമാവതാരത്തിനും കൃഷ്ണാവതാരത്തിനും രണ്ടിനും ഒരു തുടക്കത്തിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഭൂമി മാതാവ് ബ്രഹ്മദേവനെയും മറ്റ് ദേവന്മാരെയും കൂട്ടിക്കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോകുന്നുണ്ട്. ഈ രണ്ടവതാരത്തിന് മുമ്പും വൈകുണ്ഠത്തിലെത്തിയിട്ട് ഭൂമി മാതാവ് അവിടെ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലയോ വൈകുണ്ഠനാഥനായ സാക്ഷാൽ ശ്രീപദേ, അങ്ങയുടെ കാരുണ്യമുണ്ടാകണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂപാലനം നടത്തിക്കൊണ്ട് അധർമ്മികളെ ഇല്ലാതാക്കി അങ്ങ് എന്ത് ചെയ്യണം? ഈ ഭൂമി ഭാരത്തെ കുറയ്ക്കണം. മനസ്സിലായില്ലേ? ഭൂമി ഭാരത്തെ അങ്ങ് കുറയ്ക്കണം. ഇവിടെ ഈ ഭൂമി ഭാരം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. ഈ അവതാരങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ തുടക്കം അവിടെ നിന്ന് തുടങ്ങണം. മനസ്സിലായില്ലേ? ഇവിടെ ഭൂമി ഭാരം കുറയ്ക്കുക എന്നതാണല്ലോ ഭഗവാനോട് ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം കൊണ്ടാണല്ലോ ഭഗവാൻ അവതരിച്ചതില്ലേ? അപ്പോൾ ഭഗവാന്റെ അവതാരത്തിൻ്റെ മൂല കാരണം ആരുടെ പ്രാർത്ഥനയാണ്? ആരുടെ പ്രാർത്ഥനയാ? ഭൂമി മാതാവിൻ്റെ പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? ഭൂമി മാതാവാണ് ഈ അവതാരത്തിൻ്റെ, ഈ രണ്ട് അവതാരത്തിന് മുമ്പും വിഷ്ണുവിനെ കണ്ട് പ്രാർത്ഥിച്ചതിന് പ്രകാരമാണ് അവതാരം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഭൂമി ഭാരം എന്ന് ചിന്തിക്കുമ്പോൾ എന്താ ഈ ഭൂമിക്ക് ഭാരം? നമ്മളിരിക്കുന്ന ഈ മണ്ഡപവും ഈ കാണുന്ന വസ്തുക്കളും വലിയ പർവ്വതങ്ങളും നദികളും, ഇല്ലേ? പാറക്കെട്ടുകളും, ഇല്ലേ? ഈ ജലാശയങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിക്ക് ഭാരമെന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഭൂമിക്ക് ഭാരം? ഭൂമിക്ക് ഭാരം എന്താ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഭാരമല്ല ഇവിടെ ഭൂമി ഭാരം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മളൊക്കെ ഭൂമിക്ക് ഭാരമാണ്. 65 കിലോ ആയാലും 35 കിലോ ആയാലും ആവത്തില്ലേ? ശരിയല്ലേ? നിങ്ങളൊരു ത്രാസിൽ കയറി നോക്കിയാൽ 55 65 അതിൽ കാണിക്കുമ്പോൾ അത്രയും ഭാരമില്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മളൊരു വലിയ പർവ്വതം എടുത്തു വെച്ചാൽ പർവ്വതത്തിൻ്റെ പാറക്കെട്ടുകളൊക്കെ എടുത്ത് വെച്ചാൽ അതിന് ഭാരമില്ലേ? അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരത്തിനെയല്ല ഏതായിട്ട് പറയുന്നത് ഇവിടെ ഭാരമായി കൽപ്പിക്കുന്നത്. ഇവിടെ വേദാന്ത തത്വത്തിൽ ഭാരമെന്ന് പറയുന്നത് വളരെ കൃത്യമായ പാതയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. വേദാന്ത തത്വത്തിൽ ഭാരമെന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഭാരത്തെ അല്ല, മറിച്ച് അഹങ്കാരത്തെയാണ്. മനസ്സിലായില്ലേ? അഹങ്കാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം. നമ്മൾ പറയില്ലേ, അവൻ ഈ നാടിനൊരു ഭാരമാണ്. സാധാരണഗതി നമ്മൾ അറിയാതെ പറയാറില്ലേ, ഓ ഇവനൊക്കെ ആ കുടുംബത്തിനൊരു ഭാരമാണ്. പറയത്തില്ലേ? ചിലരെ പ്രവൃത്തി കണ്ട എന്തുകൊണ്ടാണ് പറയുന്നത്? അയാളുടെ ശരീരം കൊണ്ട് കുടുംബത്തിന് ഭാരമെന്നാണോ? ആണോ? അല്ല, സ്വഭാവം കൊണ്ട് മോശപ്പെട്ട അവസ്ഥ. അപ്പോൾ അവിടെ ഭാരമെന്ന് പറയുന്നത് അഹങ്കാരത്തെയാണ്.
അപ്പം ഈ അഹങ്കാരികളുടെ എണ്ണം വർദ്ധിച്ചു. ഇതാണ് ഭൂമി മാതാവ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭഗവാനെ അഹങ്കാരികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ആ അഹങ്കാരികളുടെ ഭാരം കൊണ്ട് എൻ്റെ ഭൂമിയിൽ വസിക്കുന്ന സജ്ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ സജ്ജന സംരക്ഷണമാണ് ഭഗവാന്റെ അവതാരം. അപ്പോൾ എങ്ങനെ? ദുഷ്ടന്മാരെ ഇല്ലാതാക്കിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാനെ വരവേൽക്കുമ്പോൾ നമ്മളിൽ തന്നെ ഏത് ഭാരം ഇല്ലാണ്ടാവണം? അഹങ്കാരമാകുന്ന ഭാരം ഇല്ലാതാവണം. മനസ്സിലാവുന്നുണ്ടോ? ഒരർത്ഥത്തിലും അഹങ്കാരമാകുന്ന ഭാരം നമ്മളിൽ വന്നാൽ നമ്മളിലേക്ക് ആരും പ്രവേശിക്കില്ല, ഈശ്വരൻ പ്രവേശിക്കില്ല. അത് ഏത് ചിലർ പറയും ഞാനാണ് വലിയ ഭക്തൻ. അതെന്താ? അമ്പലം തുറക്കുമ്പോഴേ ഞാൻ അവിടെ കാണും. മനസ്സിലായില്ലേ? ആ ഞാനാണ് എന്ന ചിന്ത പോലും അഹങ്കാരമാണ്. ഇവിടെ ഭാഗവതത്തിൽ കുറേ കഥകൾ വരുന്നുണ്ട്. ഗോപികമാരെ പോലും ഈ അഹങ്കാരത്തിൽ നിന്ന് ഭഗവാൻ മുക്തമാക്കുന്ന ചരിതങ്ങൾ വരുന്നുണ്ട്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉദ്ധവരെ പോലും ഭഗവാൻ ചില പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടുന്നത് ഉദ്ധവരിലും ഈ അഹങ്കാരം വരുന്നത് കൊണ്ടാണ്. ഇന്നലെ നമ്മൾ മഹാബലി ചരിതം പറഞ്ഞു. ഞാനും എൻ്റേതും എന്ന ഭാവത്തിൽ നിൽക്കുന്ന മഹാബലിയുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാനാണ് വാമനമൂർത്തി വന്നു ചേരുന്നത്. അഹന്ത എവിടെയാണോ ഉടലെടുക്കുന്നത്, ഞാനെന്ന ഭാവം വരുന്നത്, അവിടെ ഭഗവാന്റെ ചൈതന്യം നഷ്ടപ്പെടും. അപ്പോൾ അഹങ്കാരമാകുന്ന ഭാരത്തെ ഉപേക്ഷിക്കാനാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആരെ ആശ്രയിക്കേണ്ടത്? ഭഗവാനെ ആശ്രയിക്കേണ്ടത്. ഇപ്പോൾ അങ്ങനെയാണോ ആശ്രയിക്കുന്നത്? അതോ അഹങ്കാരം കൂട്ടാനുള്ള വസ്തുക്കൾ നേടാനാണോ? നമ്മളിലേക്ക് ചിന്തിക്കാനാണിത് പറയുന്നത്. ഭഗവാന്റെ കഥ നമ്മളെ ശുദ്ധീകരിക്കാനാണ്. നമ്മളെ ശുദ്ധീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു സിനിമ കാണുന്നത് പോലെ ഇരുന്ന് കഥ കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലല്ലേ? സിനിമ കേട്ടത് കൊണ്ടാകെയുള്ള ഒരു ഗുണം എന്താ? കുറേ ടൈം പാസ്, ഒരു സന്തോഷം ഇല്ലേ? കുറച്ച് നേരത്തേക്ക് ഒരു റിലാക്സ്. ഇതിനല്ല ഭാഗവതം. റിലാക്സ് കിട്ടാനല്ല ഭാഗവതം. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താനാണ്, നമ്മളെ ശുദ്ധീകരിക്കാനാണ്. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പിന്നീട് ആ മാലിന്യം നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കണം, ഇല്ലേ? വേണോ വേണ്ടയോ? ആ മാലിന്യം പിന്നെ ഒരിക്കലും നമ്മളിലേക്ക് വന്നു ചേരാത്ത അവസ്ഥയിലേക്ക് എത്തണം. അപ്പോൾ ആ ശുദ്ധീകരണത്തിനാണ് ഭാഗവതം. അപ്പം നമ്മളിൽ തന്നെയുള്ള അഹംഭാവത്തെ ഇല്ലാതാക്കാനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ ആശ്രയിക്കേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ ആശ്രയിക്കുന്നവരെയാണ് ഭഗവാൻ പരമഭക്തനെന്ന അവസ്ഥയിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. പരമഭക്തന്മാരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പം നമ്മളൊക്കെ ഭഗവാന്റെ പരമഭക്തന്മാരാവാൻ വേണ്ടി പരിശ്രമിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അനവധി ജന്മങ്ങൾ ചിലപ്പം വേണ്ടി വരാം. ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ സാധിച്ചെന്ന് വരാം. ഇതൊക്കെ നമുക്ക് ഈശ്വരൻ്റെ കാരുണ്യം അനുസരിച്ച്. പക്ഷേ പരിശ്രമിക്കേണ്ടതാരാ? നമ്മളാണ്. ഏതൊരു കർമ്മത്തിനും നമ്മൾ പറയുന്നൊരു തലമുണ്ട്. എന്താ? താൻ പാതി ദൈവം പാതി. അവനവൻ പരിശ്രമിക്കാതെ ബാക്കിയെല്ലാം ദൈവം നോക്കുമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ ഇവിടെയും ഭൂമി മാതാവാണ് നിമിത്തമായി മാറുന്ന. ഭൂമി മാതാവ് ചെന്ന് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഭാരം കുറച്ച് തരണം, അല്ലേ? ഭഗവാൻ എന്തു പറഞ്ഞു? രാമാവതാര കാലത്ത് പറഞ്ഞു, ഞാൻ ദശരഥൻ്റെ പുത്രനായി ജനിച്ച് ഭൂഭാരം കുറച്ച് രാവണാദി അസുരന്മാരെ നിഗ്രഹിച്ചു കൊള്ളാം, അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. അപ്പം മുൻകൂട്ടി തന്നെ ഉറപ്പ് കൊടുത്തിട്ടല്ലേ ആ അവതാരം വരുന്നത്, അല്ലേ? ഇങ്ങനെയുള്ള ഉറപ്പ് നമ്മൾ നേരെ നരസിംഹാവതാര സമയത്ത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഉറപ്പ് നമ്മൾ കൂർമാവതാരത്തിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനെയുള്ള ഉറപ്പ് നമ്മൾ വരാഹാവതാരത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ രാമാവതാരത്തിൽ പറഞ്ഞ് കൃത്യമായി പറയുന്നു, ഞാൻ ഇത്തരത്തിൽ വന്ന് ജനിച്ച് ഭൂഭാരം തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞു. ഇവിടെ ദശരഥ പുത്രനായി ജനിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ഇനി മറ്റൊരർത്ഥത്തിൽ എടുത്താൽ കൃഷ്ണാവതാര സമയത്തും അതിനു മുമ്പും. കാരണം രാമൻ വന്നു കുറേ പേരെ കൊന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അസുരന്മാർ, കാലഘട്ടം മാറുന്നതനുസരിച്ച് വീണ്ടും അസുരന്മാർ വന്നു, കംസാദി കാര്യങ്ങളൊക്കെ വന്നു ചേർന്നു. അപ്പോൾ അവരെയും ഇല്ലാതാക്കാൻ വേണ്ടി വീണ്ടും ചെന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്താ പറഞ്ഞത്? ദേവകിയുടെ അല്ലേ 8ാമത്തെ പുത്രനായി ജനിച്ച് ഭൂഭാരം നിറയും. ഇവിടെ ഭഗവാൻ ഒരു തുലനം ചെയ്യൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായി കാണാൻ സാധിക്കും. രാമാവതാരത്തൊക്കെ പറഞ്ഞ എന്താ? ഞാൻ ദശരഥ പുത്രനായി ജനിച്ചു കൊള്ളാം, അല്ലേ? കൃഷ്ണാവതാരത്തിൽ പറഞ്ഞ എന്താ? ദേവകി പുത്രനായി ജനിച്ചു കൊള്ളാം. ഭഗവാൻ ആരോടും പന്തിപക്ഷമൊന്നുമില്ല. ഒരിടത്ത് പുരുഷൻ്റെ പേര് പറഞ്ഞു, ദശരഥൻ്റെ പുത്രനാവാം. അടുത്തടുത്ത് വന്നപ്പോൾ ദേവകിയുടെ പേര് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഭഗവാനെ വരെ ചോദ്യം ചെയ്യുമെന്ന് ഭഗവാൻ അറിയാം ഇന്നത്തെ കാലത്ത്. മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ സ്ത്രീക്കാണോ പുരുഷനാണോ ആധിപത്യം എന്ന് ചോദിച്ച് അതിൻ്റെ പേരിൽ തമ്മിലടിച്ച് കലഹിക്കുന്ന ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള വാദഗതിക്കാരാ ഭഗവാന് പോലും കൃത്യമായിട്ടറിയാം. അതുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ചുമ്മാ തമാശയ്ക്കാണെങ്കിൽ അങ്ങനെ ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ ഈ ഒരു ഭാവത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭഗവാന്റെ അവതാരങ്ങൾ രണ്ടിനെയും നമ്മൾ നോക്കിയാൽ രണ്ടും മനുഷ്യരൂപത്തിലല്ലേ വരുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഗർഭം ധരിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞാണല്ലോ വരുന്നത്. ഒരു കറക്റ്റായൊരു പ്രക്രിയ, ഒരു കുഞ്ഞ് ജന്മമെടുക്കുന്ന അത്രയും കാലത്തെ പ്രക്രിയയിലൂടെയാണ് രണ്ട് അവതാരങ്ങളും വന്നു ചേരുന്നത്. ശരിയല്ലേ? ബാക്കി അവതാരമൊക്കെ നിമിഷം കൊണ്ടാണെങ്കിൽ അങ്ങനെയല്ല. 10 മാസം ചുവന്ന് പ്രസവിച്ച അല്ലേ, മാതൃത്വത്തിൻ്റെ ഒരു കണക്കാണല്ലോ. അമ്മമാർ ഏറ്റവും കൂടുതൽ എപ്പോഴും മക്കളെ വശത്താക്കാൻ വേണ്ടി പറയുന്ന കണക്കേതാ? അമ്മമാരുടെ വജ്രായുധം എന്ന് പറഞ്ഞാൽ ഈ 10 മാസമാണ്. ഏറ്റവും ഒടുവിൽ എടുത്തൊരു പ്രയോഗിക്കും. എന്താ? 10 മാസം ചുവന്നിട്ടാടാ. അത് കേട്ട അല്ലെങ്കിൽ ചുവന്നിട്ടാടി എന്ന് പറഞ്ഞാൽ അതോടുകൂടി പിന്നെ അതിന് മറുപടി പറയാനൊന്നുമില്ല. കാരണം അത് തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും പകരം വെക്കാനാകാത്ത അല്ലേ, പകരം ഒന്നുകൊണ്ടും പകരം കൊടുക്കാനാകാത്ത ഒരു സ്ഥാനമാണ് മാതാവിൻ്റേത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ആ സന്യാസം സ്വീകരിച്ച് പോയിട്ട് ഏറ്റവും ഒടുവിൽ അമ്മയുടെ അന്ത്യകാലത്ത് അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ ശങ്കരാചാര്യോട് ചോദിക്കും, മകനെ നീ എനിക്ക് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? മനസ്സിലാവുന്നുണ്ടോ? വളരെ കുഞ്ഞുനാളിലാണ് ശങ്കരാചാര്യർ അമ്മയുടെ അനുവാദം മേടിച്ച് സന്യാസം സ്വീകരിച്ചു പോലെ. അമ്മ ഒരൊറ്റ കാര്യമേ പറഞ്ഞോളൂ. എപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത ഒരേ ഒരു കാര്യം വാക്കേ കൊടുത്തിട്ടുള്ളൂ ശങ്കരാചാര്യർ. എന്താ? എപ്പോഴാണോ അമ്മ കാണുവാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ഞാൻ അമ്മയുടെ മുന്നിൽ എത്തിക്കൊള്ളാം. ഈ ഒരൊറ്റ വാക്ക് കിട്ടിയപ്പോൾ ശങ്കരാചാര്യരെ വിട്ടയച്ചു. കാരണം ശങ്കരാചാര്യർ മുതലേ കൊണ്ട് കാലി പിടികൂടിയൊക്കെ അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചെടുത്തത്. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ വരുന്നപ്പോഴാണ് ചോദിക്കുന്നത്, ഇവിടെ ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ യാത്ര ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ, ചതുർമഠങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടാണ് വരുന്നത്. അദ്ദേഹം അമ്മയുടെ മുന്നിൽ അമ്മയ്ക്ക് കൊടുത്തത് തൻ്റെ കൂപ്പുകൈകൾ മാത്രമാണ്. സ്നേഹവും ബഹുമാനവും ആദരവും അല്ലാതെ വേറെ ഒന്നും ആർക്ക് കൊടുക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് മാതൃത്വത്തിന് പകരം വെക്കാൻ മാതാവിനും പിതാവിനും മറ്റൊന്നും കൊണ്ട് നമുക്ക് തൃപ്തിയാക്കാൻ പറ്റില്ല. പറ്റുമോ? ഇപ്പോഴത്തെയൊക്കെ മക്കൾ പറയുന്ന അമ്മയ്ക്ക് എന്തിൻ്റെ കുറവാ, അമ്മയ്ക്ക് ഞാൻ വീട് പണിഞ്ഞു കൊടുത്തിട്ടില്ലേ, കാറില്ലേ, അമ്മയ്ക്ക് ഞാൻ ബാങ്കിൽ പൈസ ഇട്ടിട്ടില്ല. പക്ഷേ അടുത്തിരുന്നുകൊണ്ട് അമ്മയെ അച്ഛയെന്ന് വിളിക്കാൻ മക്കൾ നാട്ടിലില്ല. അത്രയേ ഉള്ളൂ കുറവ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയും അമ്മ മരിച്ചു കഴിയുമ്പോൾ 5 ദിവസം കിടത്തിയാൽ ഞാനിഞ്ഞ് വരാം അച്ഛാന്നൊന്ന് വിളിക്കാൻ വേണ്ടി. ജീവിച്ചിരുന്നപ്പോൾ വിളിക്കുക എന്ന് വെച്ചാൽ വേറെങ്കിലും ജോലിക്ക് പോകണ്ട, ജീവിക്കാൻ പോകണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഏറ്റവും വലുതെന്ന് പറയുന്നത് അവർക്ക് കൊടുക്കാവുന്ന സ്നേഹവും ബഹുമാനവുമാണ്. കാരണം നമ്മുടെ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രത്യക്ഷ ഈശ്വരന്മാരെന്ന് പറയുന്നത് ആരാ? മാതാപിതാക്കളാണ്. മനസ്സിലായില്ലേ? നമ്മുടെ മാതാപിതാക്കളെ അവഗണിച്ചിട്ട് നമ്മളിനി ഏത് തീർത്ഥാടനം നടത്തിയാലും എത്ര കിലോ സ്വർണം കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് സമർപ്പിച്ചാലും നമ്മുടെ മാതാപിതാക്കളെ അവഗണിച്ചിട്ട് നമ്മളിതൊന്നും ചെയ്തത് കൊണ്ട് ഒരു പുണ്യവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നാട്ടിൽ വേണമെങ്കിൽ കുറേ ഫ്ലെക്സ് അടിച്ചു വെക്കും. മനസ്സിലായില്ലേ? കാര്യം ഇത്ര കോടി രൂപ അമ്പലത്തിൽ കൊടുത്താൽ ഇന്ന ആൾ, മൈക്കിനകത്തൂടെ 10 തവണ വിളിച്ചു പറയും അയാൾക്കും കുടുംബത്തിനും ഒക്കെ എല്ലാം കിട്ടട്ടെ എന്ന്. മനസ്സിലായില്ലേ? കിട്ടുമോ കിട്ടത്തില്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ കേമനാവാം, പക്ഷേ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സ്വന്തം മാതാപിതാക്കളാണ് ഏറ്റവും പ്രധാനം. മനസ്സിലാവുന്നുണ്ടോ? അവരെ വേദനിപ്പിച്ചിട്ടോ അവരെ കഷ്ടപ്പെടുത്തിയിട്ടോ ജീവിതത്തിൽ ഒരിക്കലും ഒരു സദ്ഗതി നമുക്ക് ഉണ്ടാവുകയില്ല എന്നത് കൃത്യമായി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് തന്നെ നമ്മൾ വളർത്തണം. വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു. കാരണം അവിടെ നിന്ന് തുടങ്ങണം. ഇവിടെ ഈശ്വരനിലേക്ക് എത്തുന്നത് 3 ഘട്ടം കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ ഘട്ടം അമ്മയാണ്, രണ്ടാമത്തെ ഘട്ടം അച്ഛനാണ്. അച്ഛനും അമ്മയും ചേരുന്നതാണ് ഗുരു. മനസ്സിലാവുന്നുണ്ടോ? അച്ഛനും അമ്മയും ചേർന്ന് ജ്ഞാനബോധം കൂടി വന്നാൽ അത് ഗുരുവായി. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഗുരുകുലത്തിൽ കൊണ്ടുപോയി കുട്ടികളെ ആക്കിയിട്ട് മാതാപിതാക്കൾ തിരിച്ചു പോകുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. വളരെ കുട്ടിക്കാലത്തെ ഗുരുകുലത്തിൽ കൊണ്ടാക്കും. കാരണം എന്താ? അവിടെ അച്ഛനില്ല നോക്കാൻ, അമ്മയില്ല. പകരം ആരുണ്ട് നോക്കാൻ? അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കാൻ ഗുരുവുണ്ട്. അതുകൊണ്ട് ഒരച്ഛനും അമ്മയ്ക്കും ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? മനസ്സിലായില്ലേ? ഇന്നത്തെ കണക്ക് രാവിലെ വിട്ട് വൈകിട്ട് തിരിച്ചു വരുന്ന പഠനമായിരുന്നില്ല അന്ന്. വളരെ കുട്ടിക്കാലത്തെ കൊണ്ടാക്കിയാൽ 6, 7, 8 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കില്ലേ ഗുരു എപ്പോഴാണോ തിരിച്ചു പോകാൻ പറഞ്ഞത് അതുവരെ അവിടെയാണ്. അപ്പം മാതാപിതാവും കൂടി ചേർന്നതാണ് ഗുരു.
ആ മാതാപിതാവും ജ്ഞാനബോധവും ചേർന്ന് ഗുരുവിൻ്റെ അവസ്ഥയിൽ നിന്ന് ജ്ഞാനത്തിലൂടെ ദർശിക്കുന്ന നാലാമത്തെ അവസ്ഥയാണ് ആര്? ഈശ്വരൻ. അതുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ ശാസ്ത്രം പറയുമ്പോൾ മാതാ പിതാ ഗുരു ദൈവം, നാലാമത്തെ സ്ഥാനമാണ് ഈശ്വരന്. ഇന്ന് മാതാപിതാവിനെയൊക്കെ പുറത്താക്കിയിട്ടാണ് പലരും ഈശ്വരനെ തേടി നടക്കുന്നത്. തമാശയ്ക്ക് പറയുന്നതല്ല കേട്ടോ. നമ്മളെയൊക്കെ നാട്ടിലുമൊക്കെ ചിലരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. തൊട്ടടുത്ത അമ്പലത്തിലേക്ക് ഗാനമേള നടത്തും, ആന എഴുന്നള്ളത്ത് നടത്തും, മനസ്സിലായില്ലേ, വലിയ വെടിക്കെട്ടൊക്കെ നടത്തും. ഭയങ്കര ഭക്തന്മാരാണ്, സ്വന്തം അച്ഛനും അമ്മയും. സത്യത്തിൽ വിഷമം തോന്നും. പക്ഷെ അവരെ തിരുത്താൻ പറ്റത്തില്ല. തിരുത്താൻ പോയ അമ്പലക്കാർ നമ്മളെ ഓടിച്ചിട്ടടിക്കും. മനസ്സിലായോ? നീയോ 1 രൂപ തരുത്തില്ല, പിന്നെ തരുന്നവരെ കൂടി എന്തിനാടാ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ച്. കാരണം എന്താ, ഈ അമ്പലക്കാർക്കും ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്ഷേത്രകാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തത്വത്തെ ജനങ്ങളിലേക്ക് എത്തിക്കലല്ല. വെടിക്കെട്ട് നടത്തലും ഗാനമേളയും ആനയെക്കെട്ടക്കവും വലിയ ലൈറ്റിടക്കവും, മനസ്സിലായില്ലേ, പടക്കം പൊട്ടിക്കലും എന്നാണൊക്കെ ഇപ്പോൾ ധരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ക്ഷേത്രത്തിൻ്റെ ഭാരം വഹിക്കുന്നവരും എത്തപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്ര നവോത്ഥാനം അല്ലെങ്കിൽ ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറയുന്നത് വലിയ കെട്ടിടങ്ങൾ പൊങ്ങുന്നതാണോ? ഭഗവാൻ ഇരിക്കാൻ വലിയ കെട്ടിടവും വലിയ പീഠമൊന്നും വേണ്ട. സ്വർണ്ണ വിഗ്രഹമൊന്നും ഭഗവാന് വേണമെന്ന് ഭഗവാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. ഭഗവാന്റെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നാട്ടിൽ കാണുന്ന ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറഞ്ഞാൽ അമ്പലം പൊളിച്ചു പണിയൊക്കെയാണ് ഇല്ലേ. ഇപ്പോൾ തടിയാണ്, ഞങ്ങൾ പാറയാക്കി, പാറയ്ക്കകത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, പിത്തള പിത്തള മാറ്റി, പിന്നെ ചെമ്പോലയാക്കി, പിന്നെ സ്വർണ്ണത്തകിടാക്കി. പക്ഷേ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം, അവരുടെ സ്വഭാവം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭക്തജനങ്ങളിലേക്ക് ഭഗവാന്റെ അറിവിനെ കൂടി എത്തിച്ച് ആ ഭക്തജനങ്ങളെ ഉയർത്തലാണ് യഥാർത്ഥത്തിൽ. അതും വേണം, അമ്പലം കെട്ടണ്ടെന്നല്ല പറഞ്ഞാൽ, അതും വേണം. ഇത് രണ്ടും ഒരുപോലെ പോകണം. ഈ രണ്ടും ഒരുപോലെ ആകുമ്പോഴേ ഒരു ത്രാസിനകത്ത് സമാവസ്ഥ വരുന്നത് ഇല്ലേ. ഏതെങ്കിലും ഒരു തട്ട് താന്ന് നിന്ന് കഴിഞ്ഞാൽ അതിനെ തൂക്കം കൃത്യമായെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അപ്പോൾ ക്ഷേത്രം ഉയരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സജ്ജനങ്ങളുടെ സംസ്കാര രൂപീകരണത്തിനും കൂടി വേണ്ടിയിട്ടാണ്. ഇത് രണ്ടിനെയും ഉയർത്താൻ സാധിക്കണം. സജ്ജനങ്ങളിലേക്ക് ആ ഈശ്വരീയമായ അറിവിനെ പകർന്നു കൊടുക്കാൻ കൂടി ആവണമെന്ന് നമ്മൾ ചിന്തിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പറഞ്ഞ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള സങ്കേതങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പകർന്നു കൊടുക്കുക. ശരി, ഇവിടെ 2 അവതാരങ്ങളുടെയും സമാസം നമ്മൾ നോക്കിയാൽ പറഞ്ഞു, രണ്ടും ഒരു ജീവസ്വരൂപ അവതാരമാണ്. അമ്മയുടെ ഉദരത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. അപ്പോൾ മാതൃത്വത്തിന് പകരം വെക്കാൻ ഒന്നുമില്ലാന്ന് ശങ്കരാചാര്യരെ വെച്ച് നമ്മൾ പറഞ്ഞു. അവിടെ ശങ്കരാചാര്യ എന്താ, അമ്മയെ കൈകൂപ്പി സ്തുതിച്ചു. എന്നിട്ട് അമ്മയെ കൈകൂപ്പിക്കൊണ്ട് സ്തുതിച്ച സ്തുതിയാണ് മാതൃപഞ്ചകം എന്നൊരു കൃതിയുണ്ട്. മനസ്സിലായില്ലേ? എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് പഠിപ്പിക്കുക. 5 ശ്ലോകങ്ങളേ ഉള്ളൂ മാതൃപഞ്ചകം. അത് പഠിപ്പിച്ചാൽ ഒരിക്കലും അച്ഛനും അമ്മയും അനാഥരായി മാറില്ല. മനസ്സിലായോ? വയസ്സാം കാലത്ത് മക്കൾ നമ്മൾ കൊടുത്തതെല്ലാം നേടി, നല്ല ആരോഗ്യം നേടി, നല്ല വിദ്യാഭ്യാസം നേടി, നല്ല കുടുംബമായി, നല്ല സമ്പത്തും ഒക്കെ നേടിക്കഴിയുമ്പോൾ അവർക്ക് നമ്മൾ വേണ്ടാത്തവരായി മാറില്ല. ആ മാതൃപഞ്ചകം എന്ന കൃതിയിൽ വളരെ കൃത്യമായിട്ട് പറയാം, അമ്മ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അമ്മ അനുഭവിക്കുന്ന ദുഃഖം, എത്ര കണ്ട് തപസ് ചെയ്താണ് തനിക്ക് ജന്മം നൽകിയതെന്ന് സ്മരിച്ച് ആ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുക. അതിനേക്കാൾ വലിയ ഒരു സമർപ്പണം വേറെയില്ല. ശരി, ഇവിടെ പറഞ്ഞു വന്നതിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ മാതൃത്വത്തിലാണ് ഇവിടെ ഈ 2 പേരും ജന്മമെടുക്കുന്നത്. ഇനി രാമാവതാരവും കൃഷ്ണാവതാരവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറയുന്നത്, രാമാവതാരം മനുഷ്യരൂപത്തിൽ ജനിച്ച് മനുഷ്യധർമ്മങ്ങൾ ആചരിച്ച അവതാരമാണ് രാമാവതാരം. മനസ്സിലായില്ലേ? മനുഷ്യരൂപത്തിൽ ജനിച്ചു, മാനുഷികമായ ധർമ്മങ്ങൾ തന്നെ ആചരിച്ച് കാണിച്ചു. ഇവിടെ എന്താ മാനുഷികമായ ധർമ്മങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ് രാമൻ ജീവിച്ചത്. ദുഃഖം വരുമ്പം കരഞ്ഞിട്ടുണ്ട്, സന്തോഷം വരുമ്പം ചിരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പ്രതിസന്ധി വന്നപ്പോൾ ഇടറി നിന്നിട്ടുണ്ട്, കോപത്തിന് വിധേയനായിട്ട് ഇതൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ കൃഷ്ണാവതാരം നേരെ വ്യത്യാസമാണ്. കൃഷ്ണാവതാരം എന്ന് പറയുന്നത് മനുഷ്യരൂപത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആടിയത് മുഴുവൻ ഈശ്വരീയ ലീലകളാണ്. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ്റെ ഒരു ലീലയും അവിടെ ആടിയിട്ടില്ല. അതിൻ്റെ വ്യത്യാസം നോക്കിയാൽ കാണാൻ സാധിക്കും. രാമാവതാരത്തിൽ ഒരിക്കൽ പോലും ഭഗവാൻ തൻ്റെ സുദർശനത്തെ എടുത്തിട്ടില്ല. ഉണ്ടോ? രാവണനെ വധിക്കാൻ സാധിക്കാതെ നിസ്സഹായനായി നിൽക്കുന്ന സമയത്ത് ആ സ്ഥലത്തേക്ക് അഗസ്ത്യ മഹർഷി വന്നിട്ടാണ് ആദിത്യ ഹൃദയമന്ത്രം ജപിക്കാനും അവിടെ രാവണനെ കൊല്ലാൻ വിഭീഷണന് ഉപദേശം കൊടുത്തിട്ടാണ് രാവണനെ നിഗ്രഹിക്കുന്നത്.
സീതയെ അപഹരിച്ചു കൊണ്ടുപോയി സീതയെ കണ്ടെത്താൻ, മനസ്സിലാവുന്നുണ്ടോ? കൃഷ്ണാവതാര കാലത്തായിരുന്നു എങ്കിൽ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറിപ്പോയി കണ്ടുപിടിച്ചിട്ട് വന്നേനെ. വാനരന്മാരുടെ സഹായം തേടി പോവില്ലായിരുന്നു. ഇനി കടൽ കടങ്ങ് അക്കരെ പോകാൻ വേണ്ടിയിട്ട് വാനരന്മാരെ കൊണ്ട് പാലം കെട്ടിക്കില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ മാത്രമല്ല, പല കാര്യത്തിലും. ഇനി രാമൻ ഒരേ സമയത്ത് പലയിടത്ത് നിൽക്കുന്നതായിട്ട് എവിടെയെങ്കിലും പറയപ്പെടുന്നുണ്ടോ? ഉണ്ടോ? കൃഷ്ണാവതാരത്തിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഏതൊക്കെ ഭക്തൻ എവിടെയൊക്കെ നനയ്ക്കുന്നു അവിടെയൊക്കെ ആരുണ്ട്? കൃഷ്ണനുണ്ട്. ഓരോ ഗോപികമാർക്കും അവരവരുടെ ഒപ്പം കൃഷ്ണൻ താമസിച്ചു എന്ന് തോന്നും. അങ്ങനെയാണ് ഗോപികമാർ ഭഗവാനിൽ ആനന്ദിച്ചത്. ഓരോ ഗോപികമാരും ഭഗവാൻ എൻ്റെ കൂടെ താമസിക്കുന്നു എന്ന് തോന്നിക്കൊണ്ടാണ് ഗോപികമാർ ജീവിച്ചത്. ഇതേ സമയത്ത് തന്നെ 16,008 പേരോട് അവിടെയും ജീവിച്ചു. നാരദർ ഓരോ വീട്ടിലും ഓടിച്ചെന്നു ഭഗവാൻ കൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടി. എന്തൊക്കെയാണ് വീട്ടിലെ അവസ്ഥയെന്നറിയാൻ. ചെന്ന സ്ഥലത്ത് എല്ലാവരെ കണ്ടു, ഭഗവാനെ കണ്ടു. നമ്മുടെ ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ എങ്ങനെയാണെന്ന് പഠിപ്പിച്ച കൃഷ്ണനാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അല്ലേ. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ദമ്പതി പരീക്ഷ എന്നൊരു ഭാഗം തന്നെ ചേർത്ത് വെച്ചു. നമ്മുടെ ജീവിതത്തിന് വേണ്ട ഭാഗങ്ങൾ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. ഭാഗവത ഇത് സെലക്റ്റീവായിട്ടുള്ള കഥകളാണ്. കൃഷ്ണൻ്റെ എല്ലാ കഥകളും ഭാഗവതത്തിലുള്ള ഉണ്ടോ? ശ്രീകൃഷ്ണൻ എല്ലാ കഥകളും ഇല്ല, വളരെ സെലക്റ്റീവായിട്ടുള്ള കഥകൾ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനെ ശുദ്ധീകരിച്ച് മുക്തിക്ക് ഉതകുന്ന സ്ഥാനത്തേക്ക് എത്തിക്കാൻ എന്തൊക്കെ വേണോ ആ തത്വങ്ങൾ മാത്രമേ ഇവിടുത്തെ പാഠഭാഗമായിട്ട് ഉള്ളൂ. ഇവിടെ രാമാവതാരത്തിൽ ഭഗവാൻ മനുഷ്യരൂപത്തിൽ ജനിച്ചു മനുഷ്യലീല ആടിയെങ്കിൽ കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ഈശ്വരീയ ലീലകളാണ് ആടിയതെന്ന് പറഞ്ഞു. ഇനി രാമാവതാരവും കൃഷ്ണാവതാരവും പരസ്പര പൂരകങ്ങളാണെന്ന് നമുക്ക് തൊട്ടുപുറവിലെന്ന് ചിന്തിച്ചിട്ട് നമുക്ക് കടന്നു വരാം. ഇവിടെ നേരിട്ട് നമുക്ക് ഭഗവാന്റെ കൃഷ്ണാവതാരത്തിൻ്റെ ഭാഗം പറഞ്ഞിട്ട് നമുക്കതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം. ഇവിടെ കൃഷ്ണാവതാരത്തെക്കുറിച്ച് പറഞ്ഞു. ഭൂമി ഭാരം കുറയ്ക്കാൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിക്കുമെന്ന് ഭഗവാൻ വാക്കുകൊടുത്തു. കാലാന്തരത്തിൽ നമുക്ക് നോക്കുന്ന സമയത്ത് മധുര വാഴുന്ന ഉഗ്രസേന രാജാവിൻ്റെ മകനായ കംസൻ തൻ്റെ ഇളയച്ഛൻ്റെ മകളായ ദേവകിയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. കംസൻ്റെ നേർ സഹോദരിയല്ല ദേവകി. നമ്മളീ പറഞ്ഞ് കേട്ട് കംസൻ്റെ സഹോദരി എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? കംസൻ്റെ സ്വന്തം സഹോദരി എന്ന നിലയിൽ ദേവകി അല്ല. ഇളയച്ഛൻ്റെ മകളാണ് ദേവകി. ദേവകൻ്റെ പുത്രിയാണ് ദേവകി. പക്ഷേ ബന്ധം പറയുമ്പോൾ ആര് തന്നെയാണ്? സഹോദരി തന്നെയുമാണ്. അപ്പോൾ ദേവകിയുടെ വിവാഹം, കാരണം ദേവകിയോട് ഭയങ്കര ഇഷ്ടമാണ് കംസന്, വളരെ സ്നേഹമാണ് സഹോദരിയോടുള്ളത്. അതുകൊണ്ട് തന്നെ ഉത്തമനായ ഒരു ഭർത്താവിനെ ആർക്ക് വേണം? സഹോദരിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വസുദേവരെ കണ്ടെത്തി. വസുദേവരെക്കുറിച്ച് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിരുന്നു. വസുദേവർ സത്യവ്രതനാണ്, സത്യം മാത്രം പറയുന്ന ആളാണ് വസുദേവർ. സത്യം പറയുക മാത്രമല്ല, പറയുന്ന വാക്കിൽ നിന്ന് അണുകിട വ്യതിചലിക്കാത്ത ആളാണ് വസുദേവർ. ഈ സത്യം പറയാൻ എളുപ്പമാണ്, പക്ഷെ പാലിക്കാനാണ് പ്രയാസം. വസുദേവരുടെ ഏറ്റവും വലിയ ഗുണം അത് പാലിക്കുന്ന ആളും കൂടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പം വേണ്ടും വെണ്ണം നാവിനെ നിയന്ത്രിക്കുന്ന ആളിന് മാത്രമേ സത്യം പറയാനും ആചരിക്കാനും സാധിക്കുകയുള്ളൂ. ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും അപകടമായിട്ട് നിയന്ത്രിക്കാവുന്ന പ്രയാസമുള്ള ഇന്ദ്രിയ ഏതാ? നാവാണ്. മനസ്സിലായില്ലേ? അതൊന്നും നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക നല്ലതാണ്. അപ്പോൾ ഇവിടെ ആ വസുദേവരുമായിട്ടുള്ള വിവാഹം നടന്നു. വിവാഹത്തിൽ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ സാധിക്കും, വിവാഹവേളയിൽ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ശ്രദ്ധയും ആരിലായിരിക്കും? എല്ലാവരുടെ ശ്രദ്ധ ആരിലായിരിക്കും? വധൂവരന്മാരിലായിരിക്കും ഇല്ലേ? പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. എല്ലാവരുടെ ശ്രദ്ധയും കംസനിലേക്ക് പോയി. കാരണം കംസനെക്കുറിച്ച് ഇന്ന് വരെ കേട്ടറിഞ്ഞ അറിവിൽ വെച്ച് കംസൻ വ്യത്യസ്തനായൊരു ഭാവം അന്ന് കെട്ടി. എന്താ കാര്യം? ദേവകിയും വസുദേവർക്കും തിരികെ പോകാൻ രഥമൊരുക്കിയപ്പോൾ കംസൻ രാജാവാണ് അവിടുത്തെ. കംസൻ ചെന്ന് പറഞ്ഞു, ഞാൻ രഥം ഓട്ടിക്കാം. മനസ്സിലായില്ലേ? കംസൻ പറഞ്ഞു, ഞാൻ രഥം ഓട്ടിച്ചു കൊള്ളാം. അങ്ങനെ കംസൻ തന്നെ രഥം ഓട്ടിക്കാൻ തയ്യാറായി. കംസൻ ഇത്ര ദയുള്ള ഇത്രയും നല്ല ആളാണോ എന്ന് നാട്ടുകാർക്കൊരു സംശയം തോന്നി. അതാണ് ശ്രദ്ധ കംസനിലേക്ക് പോയെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അവിടെ തേരാളി ഇല്ലാത്തത് കൊണ്ടല്ല. മനസ്സിലായില്ലേ? കംസൻ അവിടെ ആ തേരാളി. ഇവിടെയാണ് മറ്റൊരു സമാസമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേവകിയുടെ വിവാഹ സമയത്ത് തേര് തെളിയിച്ച കംസനെ വധിക്കാനാണ് പിൽക്കാലത്ത് അധർമ്മത്തിനെതിരെ തേര് തെളിച്ച കൃഷ്ണൻ.
മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം തേര് തെളിച്ചവനെ കൊല്ലാനാണ് പിന്നെ തേര് തെളിക്കുന്നവൻ ജനിച്ചത്. അപ്പോൾ ഈ തേരുകളെ തന്നെ നമ്മൾ പഠിക്കണം. തേരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളും, മനസ്സിലാവുന്നുണ്ടോ, ആ കുതിരകളും മനസ്സാകുന്ന കടിഞ്ഞാണും ആണ് തേരിൻ്റെ ലക്ഷണം. നമ്മുടെ ശരീരം തന്നെയാണ് തേര്. ഇപ്പം നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളാണ് വിഷയങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ കുതിരകളെന്ന് വിളിക്കുന്നത്. അതിങ്ങനെ പല ദിക്കിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? കടിഞ്ഞാണ് വേണം, അല്ലേ? കുതിരകളെ നിയന്ത്രിക്കാൻ 5 കുതിരകളെ പൂട്ടിക്കഴിഞ്ഞാൽ അത് കടിഞ്ഞാണ് വേണ്ടേ? ഇല്ലെങ്കിൽ 5 വഴിക്ക് പോവും. അപ്പം കടിഞ്ഞാണ് മനസ്സാണ്. ഈ മനസ്സ് ആരുടെ കയ്യാലാണ് നിയന്ത്രിക്കപ്പെടേണ്ടത്? വിവേകബോധത്തിൻ്റെ ശരിയായ രീതിയിൽ യാത്ര ചെയ്യണമെങ്കിൽ. അപ്പോൾ ശരിയായ യാത്രയല്ല കംസൻ തേര് തെളിച്ചപ്പോഴെന്ന് മനസ്സിലാക്കുക. അവിടെ അഹങ്കാരത്തിൻ്റെ കയ്യിൽ മനസ്സ് ചെന്ന് പെട്ടു. അഹങ്കാരത്തിൻ്റെ കയ്യിൽ മനസ്സ് പെട്ടാൽ ആ യാത്ര ശുഭകരമായിരിക്കുമോ? മനസ്സിലാകുന്നുണ്ടോ? കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ കടിഞ്ഞാൺ ആരുടെ കയ്യിലാണ് വന്നത്? ഭഗവാന്റെ കയ്യിലാണ്. വിവേകബോധമാകുന്ന ഭഗവാൻ. അതുകൊണ്ടാണ് അവിടെ ശുഭകരമായി മാറിയത്. അപ്പോൾ ഇവിടെ അഹങ്കാരത്തിൻ്റെ കയ്യിലാണ് രഥം ചെന്ന് പെടുന്നതെങ്കിൽ അതിൻ്റെ യാത്രികർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും, ഒരു സംശയവും വേണ്ട. വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ കയറി, വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവർ അഹങ്കാരിയാണെങ്കിൽ അവൻ കണ്ട കട്ടറിലും കുഴിയിലും എല്ലാം കൊണ്ട് നമ്മളെ വണ്ടി ഇടും, വെട്ടിക്കും, അങ്ങോട്ട് ചരിക്കും, ഇങ്ങോട്ട് ചാടിക്കും, ഇല്ലേ? ഇടയ്ക്കിടയ്ക്ക് സഡൻ ബ്രേക്ക് ഇടും. ഇത് മുഴുവൻ ആരനുഭവിക്കണം? നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ? ചില ബസ്സിലൊക്കെ കയറിയാൽ മതി, ഡ്രൈവറൊക്കെ അലക്ഷ്യമായി വണ്ടി ഓട്ടിച്ചാൽ നമ്മൾ അവിടെ തെറിച്ച് ഇവിടെ തെറിച്ച്, ഇല്ലേ, പലയിടത്തും പോയി വീഴും. ഇതുപോലെയാണ് അഹങ്കാരിയായ കംസൻ തേര് തെളിച്ച ആ നിമിത്തം തന്നെയാണ് ഇവിടെ ദേവകിക്കും വസുദേവർക്കും ജീവിതത്തിലെ ദുഃഖങ്ങളും വന്നു ചേരുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടി പറയുന്നത്. അപ്പോൾ ഇവിടെ കംസൻ തേര് തെളിച്ചു. ആ തേര് തെളിച്ചു മുന്നോട്ട് പോകുന്ന കംസൻ വളരെ ആനന്ദത്തിലാണ്. ഇവിടെ അഹങ്കാരികളുടെ ആനന്ദത്തിന്, അഹങ്കാരത്തോടുകൂടി വന്നു ചേരുന്ന ആനന്ദത്തിന് കൂടുതൽ കാലയളവ് നിൽക്കാനുള്ള അവസ്ഥയുണ്ടോ? ക്ഷണികമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ജ്ഞാനത്തോടുകൂടി ലഭിക്കുന്ന ആനന്ദം മാത്രമേ ശാശ്വതമായി നിൽക്കൂ. അഹങ്കാരത്തോടുകൂടി ലഭിക്കുന്ന ആനന്ദം വളരെ നിമിഷം കൊണ്ട് ദേഹാഭിമാന ബോധവുമായി ബന്ധപ്പെടുന്ന ആനന്ദങ്ങളൊക്കെ ക്ഷണികമായിരിക്കും. ഇവിടെ കംസൻ ദേഹാഭിമാന ബോധമുള്ളവനാണ്. കംസൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദേഹാഭിമാന ബോധമുള്ളവനാണ്. ഈ ദേഹത്തിന് വേണ്ടി മാത്രം സുഖത്തെ ആഗ്രഹിക്കുന്ന ആളാണ് കംസൻ. അപ്പോൾ ഈ ദേഹത്തിന് വേണ്ടി സുഖത്തെ ആഗ്രഹിച്ച് നമ്മൾ നേടുന്ന ഏത് സുഖവും ക്ഷണികമാണ്. ശാശ്വതമായിട്ടുള്ള സുഖമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ചിന്തയിലുള്ള ഏത് സുഖവും കിട്ടുന്നത് വരലേ ഉള്ളൂ സുഖം. കിട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതേ കണക്ക് ആ സുഖം നിലനിൽക്കുമോ? നിലനിൽക്കുമോ? നിൽക്കാറില്ല. ഇവിടെ കംസൻ്റെ ആനന്ദം ആ രഥം തെളിച്ച് നിമിഷം കൊണ്ടൊരു ഒറ്റ വാക്കുകൊണ്ടില്ലാണ്ടായി. എന്താ? ഒരശരീരി കേട്ടു, ഹേ മൂഢ, ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. ഈ അശരീരി പോലും ഒരു പ്രത്യേകതയുണ്ട്. അശരീരി കംസ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്നൊന്നും ആയിരുന്നില്ല. നമ്മൾ പിന്നെ പറഞ്ഞ് കംസൻ മൂഢനായതുകൊണ്ട് കംസനെ ചേർത്ത് പേര് പറയുന്ന, കൃത്യമായി പറയുന്നത് ഹേ മൂഢ എന്ന് തന്നെയാണ്. കംസൻ ആ വിളി കേട്ടു. കാരണം കംസൻ അറിയാം ഞാൻ മൂഢനാണെന്ന്. അതല്ലേ? നമുക്ക് തന്നെയല്ലേ അറിയത്തുള്ളൂ നമ്മൾ ആരാണെന്ന്, അല്ലേ? അപ്പോൾ കംസൻ കൃത്യമായിട്ട് സ്വയം തിരിച്ചറിയുകയാണ്. കംസൻ ഈ വാക്ക് കേട്ടു, ദേവകിയുടെ 8ാമത്തെ പുത്രൻ വധിക്കും. അതോടുകൂടി കംസൻ്റെ മനസ്സ് ഭ്രമിച്ചു, വിഭ്രാന്തിയിലേക്കായി. അതുവരെ സ്നേഹിച്ചിരുന്നതിനെ പോലും എന്തു ചെയ്യാൻ, ഇല്ലാതാക്കാൻ, കൊല്ലാനായി കംസൻ മുടിക്ക് കുത്തിപ്പിടിച്ച് ദേവകിയെ വധിക്കാൻ വേണ്ടി തയ്യാറായി വാളും എടുത്ത് ചാടി പുറപ്പെടുകയാണ്. ഇപ്രകാരമുള്ള കംസൻ്റെ ക്രോധത്തെ തടയാൻ അവിടെ വസുദേവർ ഇടപെടേണ്ടി വരുന്നു. വസുദേവർക്ക് അവിടെ ആപദ്ധർമ്മമായി തൻ്റെ ഭാര്യയെ രക്ഷിക്കണം. മകനെ രക്ഷിക്കണമെന്നില്ല, കാരണം മകൻ ജനിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും. ഏതോ ഒരു കാലത്ത് ജനിക്കാനുള്ള കുഞ്ഞാണ്, അല്ലേ? ജനിച്ചിട്ടൊന്നുമില്ല, കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആരെയാണ് രക്ഷിക്കേണ്ടത്? ഭാര്യയെ രക്ഷിക്കണം. ഇവിടെ വളരെ തന്ത്രപൂർവ്വം ബുദ്ധിയെ ഉപയോഗിക്കുന്ന ആളാണ് വസുദേവർ. അപ്പോൾ ബുദ്ധിയെ വേണ്ടും വണ്ണം ഉപയോഗിച്ചാൽ ഏത് അപകടത്തിൽ നിന്ന് നമുക്ക് കടക്കാൻ സാധിക്കുമെന്ന് കൂടി മനസ്സിലാക്കണം. ഇവിടെ വസുദേവർ കംസനെ ആയുധം കൊണ്ട് നേരിടാൻ പോയാൽ വസുദേവർക്കറിയാം തനിക്ക് ജയം ഉണ്ടാവില്ല. കാരണം ക്രൂരന്മാർക്ക് എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ക്രൂരൻ, അല്ലേ? കംസൻ എന്ത് വേണമെങ്കിലും ചെയ്യും. കംസൻ നിസാരക്കാരനല്ല, വലിയ പരാക്രമിയാണ്, വലിയ ബലമുള്ളവനാണ്. കംസൻ്റെ ബലത്തെ അറിയണമെങ്കിൽ കുവലയപീഠത്തിൻ്റെ കഥയിലേക്ക് പോകേണ്ടി വരും.
കംസൻ കല്യാണം കഴിച്ചത് പോലും കുവലയ വീടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ജരാസന്ധൻ ഒരു ആനയുണ്ടായിരുന്നു, കുവലയ വീടം എന്ന് പറയുന്നത്. ജരാസന്ധൻ രാവിലെ വന്ന് വ്യായാമം ചെയ്യുന്ന ജിമ്മെന്ന് പറയുന്ന ഈ ആനയുമായിട്ടാണ്. മനസ്സിലായില്ലേ? ഈ ആനയുടെ കയ്യിലും കാലിലും പിടിച്ച് പൊക്കലാണ് ജരാസന്ധൻ്റെ രാവിലത്തെ എക്സസൈസ്. രാവിലെ വന്ന് വ്യായാമം ചെയ്യും. ഈ ആന ജരാസന്ധനെ അങ്ങോട്ട് തള്ളും, ജരാസന്ധൻ തിരിച്ച് ആനയെ തള്ളിയാണ് ഈ മസിലൊക്കെ പെരുപ്പിച്ച് നിർത്തിയിരുന്നത്. വലിയ ശക്തിശാലിയാണ് ജരാസന്ധൻ. ഈ ജരാസന്ധൻ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ താൻ മസിലൊക്കെ പെരുപ്പിക്കുന്ന വലിയ ശക്തിമാനായ ആനയെ ഒരുത്തൻ വന്ന് വാലി പിടിച്ച് കറക്കുന്നു, ആകാശത്തിട്ട് കറക്കുന്നു. ആരടാ ഇവനെന്ന് തിരക്കിയപ്പോൾ അറിഞ്ഞ അവൻ്റെ പേരാ കംസൻ. മനസ്സിലായില്ലേ? ആ ജരാസന്ധനങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത്രയും ആരോഗ്യമുള്ളവൻ എൻ്റെ ബന്ധുവായി വന്നാൽ 2 ദുഷ്ടന്മാരോടെ ചേർന്ന് വലിയ ദുഷ്ടനാവാമല്ലോ. മനസ്സിലായില്ലേ? ശക്തി കൂട്ടുക. നേരെ എന്ത് ചെയ്തു? കംസന് തൻ്റെ 2 പെമ്മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ബന്ധം ഉറപ്പിച്ചു. ദുഷ്ടന്മാർ ബന്ധങ്ങളിലൂടെയൊക്കെ ഈ ശക്തി കൂട്ടും. അന്ന് കുവലയ വീടത്തെ സ്ത്രീധനമായിട്ട് കൊടുത്തതാണ്. അതാ പിന്നെ കൃഷ്ണൻ വന്ന് കൊല്ലുന്ന കുവലയ വീടൊക്കെ. അപ്പോൾ കംസൻ നിസാരക്കാരനൊന്നുമല്ല. അപ്പോൾ ആ കംസനെ തന്ത്രപൂർവം ശ്രുതം കൊണ്ട് കംസനെ എന്ത് ചെയ്തു? കൈപ്പിടിയിൽ ഒതുക്കാൻ വസുദേവർ തീരുമാനിച്ചു. ഇവിടെ ഏറ്റവും വലിയ തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, അജ്ഞാനികളെ നിയന്ത്രിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അവരെ എതിർക്കാൻ പോകരുത്. എതിർത്താൽ നമുക്ക് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റരുത്. അവിടെ കിടന്ന് തമ്മിലടിക്കാനേ പറ്റൂ. പിന്നെ തക്കതായ അവരേക്കാൾ ശക്തി നമുക്ക് കൂടുതലില്ലെങ്കിൽ നമ്മൾ അവരോട് യുദ്ധം ചെയ്യുന്നതും പാടില്ല. വിജയം ഉണ്ടാവില്ല. പിന്നെ അവിടെ ചെയ്യാവുന്ന ഏക പരിപാടി എന്ന് പറഞ്ഞാൽ അജ്ഞാനികൾ എന്ത് ചെയ്യണം? പ്രശംസിക്കുക. അജ്ഞാനി അങ്ങ് പുകഴ്ത്തിയാൽ മതി. അതാണ് ഈ നാട്ടിൽ ഈ പുകഴ്ത്തൽ ഇഷ്ടപ്പെടുന്നതും പുകഴ്ത്തുന്നത് 2 പേരും മുതലെടുക്കുന്നവരാണ്. ചിലർക്ക് ഭയങ്കരമായിട്ട് പുകഴ്ത്തൽ അങ്ങ് ഇഷ്ടപ്പെടും. നമ്മൾ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഇരുത്തി ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ ചിലർ അതുകൊണ്ട് കോരിത്തിരിച്ചു പോകും. എന്താ കാരണം? അജ്ഞാനമായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ചിലർ കാര്യം സാധിക്കാൻ വേണ്ടി പുകഴ്ത്തുന്ന കണ്ടിട്ടില്ലേ? നമ്മുടെ വീടുകളിൽ പോലും അങ്ങനെയുണ്ട്. വീട്ടിലെ കൊച്ചു കുട്ടികൾ പോലും അമ്മമാരെ അച്ഛനെയൊക്കെ സുഖപ്പെടുന്നത് എങ്ങനെ? അമ്മ നല്ല അമ്മയല്ലേ, അമ്മ സുന്ദരിയല്ലേ, എനിക്കൊരു 10 രൂപ വരും, അപ്പോഴേ 20 രൂപ കൊടുക്കും. മനസ്സിലായില്ലേ? എന്താ? കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമൊന്നുമല്ല, അമ്മയ്ക്ക് ആ സുഖം അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താ? ഒന്ന് പൊക്കി. ഈ പുകഴ്ത്തൽ അജ്ഞാനികൾക്ക് നമ്മളെ ആരെങ്കിലും മുഖത്ത് നോക്കി ഒരു കാരണമില്ലാതെ നമ്മളെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ആ പുകഴ്ത്തുന്നവൻ നമ്മുടെ ശത്രുവാണ്. നമ്മളിൽ നിന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരടവ് മാത്രമാണ് പുകഴ്ത്തൽ. ശരിയല്ലേ? ഇതൊക്കെ ആണെങ്കിൽ കേൾക്കുമ്പോൾ ഒരു സുഖമാണ് അല്ലേ? ഈ പുകഴ്ത്തലൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ചില വേദികളിൽ ചെന്നാൽ കാണാൻ സാധിക്കും. സ്വാഗതം പറയുന്ന ആൾ അധ്യക്ഷനെ പുകഴ്ത്തും, അധ്യക്ഷൻ വന്ന് ഉദ്ഘാടകനെ പുകഴ്ത്തും, ഉദ്ഘാടകൻ ആശംസാ പ്രാസംഗികനെ പുകഴ്ത്തും. അവസാനം നമ്മൾ വിചാരിക്കും ഈ വേദിയിലിരിക്കുന്നവർ ഇത്രയും പേരും അല്ലേ ലോകത്തിലെ സൽഗുണ സമ്പന്നന്മാരായിരിക്കുമെന്ന്. ഈ പുകഴ്ത്തിൽ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറയും, അവിടെ വെച്ചായണ്ട് പറഞ്ഞാൽ ഇവനെ പോലൊരു വൃത്തികെട്ടവൻ വേറെയില്ല. ഇതും കൂടെ പറഞ്ഞിട്ടാണ് വീട്ടിൽ പോണത്. ഈ പുകഴ്ത്തലിൻ്റെ ഒരു പിന്നാമ്പുറമുണ്ട്. അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്, ആരെയും മോശമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇവിടെ കംസനെ ഒന്ന് പുകഴ്ത്തി. എന്താ കാരണം? കംസൻ്റെ മനസ്സിനെ അങ്ങ് ആകർഷിക്കാൻ, തന്നിലേക്ക് വശീകരിക്കാൻ. കംസനോട് പറഞ്ഞു, അല്ലയോ കംസ, അങ്ങ് ജ്ഞാനിയല്ലേ? ഇല്ലാത്ത ഗുണം ഉണ്ടെന്ന് പറയുന്നതാണല്ലോ പുകഴ്ത്തൽ. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലാത്ത ഗുണം ഉണ്ടെന്ന് പറയലാണ് പുകഴ്ത്തൽ. ഉള്ള ഗുണം പറഞ്ഞാൽ അത് പുകഴ്ത്തലല്ല. ഇപ്പോൾ ഒരാൾക്കൊരു ഗുണമുണ്ട്, നല്ല പാട്ട് പാടുന്ന ഒരാളിനെ നല്ല പാട്ടുകാരനാണ് ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ അത് പുകഴ്ത്തലല്ല. ആണോ? ഇവൻ പാട്ട് പാടിയ ഈ ലോകത്തുള്ള എല്ലാവരും എണീറ്റ് ഓടുമെങ്കിൽ അവനെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ടില്ല, ഇവൻ നല്ല പാട്ടുകാരാന്ന് പറഞ്ഞ് പുകഴ്ത്തി കഴിഞ്ഞാൽ ഇല്ലാത്ത ഗുണമാണ്. ഉള്ള ഗുണം പറയാം. മനസ്സിലായില്ലേ? ഇവിടെ കംസനോട് പറഞ്ഞു, അങ്ങ് ജ്ഞാനിയല്ലേ? കംസൻ ഞെട്ടിപ്പോയി. ഇപ്പോൾ അങ്ങോട്ട് കേട്ടത് ഡാ മൂടാന്നാണ് വിളിച്ചത്. ആരാ വിളിച്ചതെന്നറിയില്ല. ശരി, അപ്പം പറയുന്നു ഇതാ ജ്ഞാനിയല്ലേ. കംസൻ അതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്താ ജ്ഞാനിയല്ലേ എന്ന് ചോദിച്ചതിൻ്റെ ലക്ഷണം വസുദേവർ അതിനെ ഇവർ തമ്മിലൊരു സംഭാഷണമുണ്ട് കേട്ടോ. ഇതിനിടയിൽ പെട്ടെന്ന് വാളെടുത്തുകൊണ്ട് നിൽക്കൽ മാത്രമല്ല, ഇവർ തമ്മിലൊരു ചർച്ചയുണ്ട് അവിടെ. ഈ ചർച്ചയും കൂടി നമ്മൾ മനസ്സിലാക്കി പോകണം. ഇവിടെ ജ്ഞാനിയല്ലേ എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ജനിച്ച ഏതൊരു വസ്തുവും കാലാന്തരത്തിൽ ഇല്ലാണ്ടാകും എന്നത് പ്രകൃതി നിയമമാണ് അല്ലേ? ജന്മമുണ്ടായ വസ്തു എല്ലാ കാലത്തും അതേ കണക്ക് നിൽക്കുമോ? എല്ലാ കാലത്തും നിൽക്കത്തില്ല എന്ന് മാത്രമല്ല, കാലാന്തരത്തിൽ അതിന് രൂപമാറ്റവും വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മൾ ജനിച്ചപ്പോൾ അവസ്ഥയിലാണോ നമ്മളിപ്പോൾ ഉള്ളത്? അന്നും ഇന്നും നമ്മൾ ഞാനെന്ന് പറഞ്ഞ ഈ ശരീരം ഒരുപോലെ ഇരിക്കുകയാണോ?
15 വർഷമോ 20 വർഷമോ 30 വർഷമോ 50 വർഷമോ മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ രൂപവും ഭാവമാണോ ഇപ്പോൾ ഉള്ളത്? നിങ്ങൾ പറയാം അന്ന് ഞാൻ തന്നെയാണ്, ഇന്ന് ഞാനാണ്. പക്ഷേ അന്ന് കണ്ട ഒരാൾ ചിലപ്പോൾ ഇന്ന് നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവില്ലേ? ഉണ്ടോ ഇല്ലയോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രൂപമാറ്റങ്ങൾ പോലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കംസൻ ചോദ്യനോട് ചോദിക്കുകയാണ്, ജന്മമെടുത്തിട്ടുള്ളത് ഏതൊന്നും ഇല്ലാണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ തത്വത്തെ അറിയാവുന്ന ആളല്ലേ അങ്ങ്? അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്തിനാ മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അങ്ങ് മരിക്കാനുള്ള ആളാണ്. മനസ്സിലായില്ലേ? ഇത് കഴിഞ്ഞ് കംസനോട് പറഞ്ഞു, അങ്ങ് ധീരനല്ലേ? ധീരന് മരണത്തിൽ ഭയം വരാൻ പാടുണ്ടോ? ധീരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ധീരൻ വെച്ചാൽ ആത്മബോധമുള്ളവന് മാത്രമേ ധീരനാവാൻ പറ്റൂ. ആത്മബോധമില്ലാത്തവനിൽ എന്തുണ്ടാവും? ഭയമുണ്ടാവും. മനസ്സിലായില്ലേ? അല്ല ധീരനെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ മണ്ടയിൽ കയറുന്നതോ അല്ലെങ്കിൽ ഓടി വരുന്ന പട്ടിയെ കല്ലെടുത്തെറിയുന്നവനൊന്നും ധീരനാണെന്ന് അതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നതാണ്. ചെറിയ കാര്യങ്ങൾ ധീരത കാണിച്ചു അതല്ല. പ്രഥമമായ ധീരത എന്ന് പറഞ്ഞാൽ ആത്മബോധമുള്ളവനാണ് യഥാർത്ഥ ധീരൻ. അങ്ങ് ധീരനല്ലേ? ആത്മബോധമുള്ളവനാണ്. ഒരു ബോധമില്ലാത്ത ആളാണ് കംസനെ അതെന്ന് പറഞ്ഞു. കംസൻ അതും അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പറഞ്ഞു, അങ്ങ് പരാക്രമിയല്ലേ? അങ്ങയെ തോപ്പിക്കാനെങ്ങാണെങ്കിൽ ദേവകിയുടെ കുഞ്ഞിനെങ്ങാനും സാധിക്കുമോ? ഇത് വെറുതെ ഒരു വാക്ക് കേട്ടു എന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കംസൻ്റെ മനസ്സൊന്ന് ഒലഞ്ഞു. ദേവകിയെ കൊല്ലാനുള്ള അവസ്ഥയിൽ നിന്ന് ഒരു 50% കംസൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഇനി 50% എന്ത് ചെയ്തു? ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഈ ബിസിനസ്സുകാർ ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ് അവിടെ വസുദേവർ ചെയ്തത്. എന്താ ബിസിനസ്സുകാർ ചെയ്യുന്നത്? 50% ഓഫറുണ്ട് ഇല്ലേ? 1000 രൂപയുടെ സാധനം 500 രൂപയ്ക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും അവിടെ ഓടിച്ചെല്ലത്തില്ലേ? ചെല്ലത്തില്ലയോ? എന്താ കാരണം? 1000 രൂപയുടെ സാധനമാണ് 500 രൂപയ്ക്ക് കൊടുക്കുന്നത്. നല്ല ബിസിനസ് അറിയാവുന്നവൻ എന്താ ചെയ്യുന്നത്? 250 രൂപയുടെ സാധനത്തിന് 1000 രൂപ വിലയിടും. 1000 രൂപ വിലയിട്ടിട്ട് ആ സാധനത്തിന് 500 രൂപയ്ക്ക് കൊടുക്കുന്നെന്ന് പറയും. നമ്മൾ 250 രൂപ വിലയുള്ള ആ സാധനം പോയി അല്ലേ 500 രൂപയുടെ ലാഭം പ്രതീക്ഷിച്ച് നമ്മൾ 250 രൂപയും കൂടെ അധികം കൊടുത്ത് മേടിച്ചുകൊണ്ട് വരും. ആരാ മണ്ടൻ? ഓഫർ കണ്ടവർ നമ്മളാ മണ്ടൻ. മനസ്സിലായില്ലേ? ഈ ഓഫർ ഇടുന്നതൊക്കെ നമ്മളെ വിചാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യാൻ ഇരിക്കുന്ന ആൾ എന്തൊരു നല്ല മുതലാളി നമുക്ക് ഓഫർ ഇട്ടാണെന്ന് വിചാരിക്കുക. അതൊന്നും അല്ല ഇതിൻ്റെ പുറകെ നടക്കണേ. ഇവിടെയും വളരെ കൃത്യമായിട്ട് വസുദേവർ മനസ്സിലായില്ലേ ഒരു ഓഫർ കംസന് കൊടുത്തു. എന്താ ഓഫർ? ദേവകിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ട് തന്നേക്കാം. മനസ്സിലായില്ലേ? കംസന് തൃപ്തിയായി. കാരണം എന്താ? വസുദേവർ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളാണ്. വിട്ടയച്ചു. പക്ഷേ വിട്ടയക്കുമ്പോൾ ഒരു കാരാഗൃഹ തുല്യമായ അവസ്ഥയിലാണ്, നിരീക്ഷണത്തിലാണ്. നാളുകൾ കഴിഞ്ഞു. ദേവകി ആദ്യത്തെ ഗർഭം ധരിച്ചു. ദേവകി ആദ്യത്തെ ഇവിടെ എന്തുകൊണ്ടാണ് വസുദേവർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, വസുദേവരെ മുമ്പിൽ ഇത് മാത്രമേ ഉള്ളൂ നിർവാഹം അല്ലേ? ഇവിടെ ഇപ്പോൾ ദേവകിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ രക്ഷിക്കണോ ദേവകിയെ രക്ഷിക്കണോ? വസുദേവർ ഇവിടെ ആരെയാണ് രക്ഷിക്കേണ്ടത്? ദേവകിയെ രക്ഷിക്കേണ്ടത്. ദേവകിയെ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ പിറക്കാൻ പോകുന്ന കുഞ്ഞുണ്ടോ? മനസ്സിലായില്ലേ? ഇവിടെ ആപദ്ധർമ്മമാണ്. അന്നേരം എന്താണോ ധർമ്മം അത് ചെയ്യുക. പറഞ്ഞു മനസ്സിലായില്ലേ? അന്നരത്തെ അവസ്ഥയിൽ എന്ത് വേണം അത് ചെയ്യുക. നമ്മൾ പറയത്തില്ലേ രോഗിക്ക് പൂർണ്ണമായും ചികിത്സ കൊടുക്കാൻ നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ സാധിക്കില്ലെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? ഫസ്റ്റ് എയ്ഡ് ചെയ്യും തൽക്കാലത്തേക്ക് അല്ലേ? അടുത്ത സ്ഥലത്ത് എത്തുന്നത് വരെ. അടുത്ത സ്ഥലത്ത് എത്തിയിട്ടല്ലേ ബാക്കി കാര്യം. അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് ചെയ്തത് വസുദേവരെന്താ? ദേവകിയെ രക്ഷിച്ചെടുത്തു. ഇനി ദേവകിയെ രക്ഷിച്ചെടുക്കുമ്പോൾ വസുദേവർ ചിന്തിക്കുന്നത് ഈ അശരീരി വാക്യം സത്യമാണെങ്കിൽ നടന്നോളൂ, താൻ ബേജാറാവേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായി അത് സത്യമാണെങ്കിൽ അത് വന്നു ഭവിക്കും. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി കല്യാണം കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമില്ല. കാരണം കുഞ്ഞിനെ ലഭിക്കാൻ ഈശ്വരൻ്റെ അനുഗ്രഹം കൂടി വേണം. ഇനി അതുമല്ല, എട്ടാമത്തെ കുഞ്ഞ് ജനിക്കണം. ഇനി എത്ര വർഷം കഴിയണമെന്ന് ഉറപ്പുമല്ലോ ഉണ്ടോ? നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ജന്മം കൊടുക്കുന്ന അവസ്ഥ വെച്ച് നോക്കിയാൽ ഒരു കുഞ്ഞ് കഴിഞ്ഞ് 2, 3, 4, 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ഇല്ലേ? അങ്ങനെ വെച്ച് നോക്കിയാൽ എട്ടാമത്തെ കുഞ്ഞ് എനിക്കൊരു 10-40 വർഷമെങ്കിലും പിടിക്കണ്ടേ? ഇവിടെ അത്രയും പിടിച്ചിട്ടില്ല, അതുപോട്ടെ. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ജനസംഖ്യയുടെ ഇപ്പോഴത്തെ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കിയാൽ അങ്ങനല്ലേ? ആദ്യത്തെ ഒരു കുഞ്ഞ് ജനിച്ചൊരു 3-4 വയസ്സ് കഴിയുമ്പോഴാണ് അടുത്ത കുഞ്ഞിനെക്കുറിച്ച് അല്ലേ തയ്യാറാവുന്നത്. എന്താ കാരണം? ആ കുഞ്ഞിനെ നോക്കാനൊരു എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് വർഷാവർഷം കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചാൽ അച്ഛനമ്മമാർക്കൊന്നും ടെൻഷൻ ഇല്ല. കാര്യം എന്താ? കൂട്ടുകുടുംബം എന്ന് പറയുന്നൊരു ആനന്ദാവസ്ഥ ഉണ്ടായിരുന്നു.
അന്ന് ഒന്നിച്ച് ജീവിക്കാൻ മനസ്സുള്ളവരായിരുന്നു കുടുംബത്തുള്ളായിരുന്ന എല്ലാവരും. ഇന്ന് ഒന്നിച്ച് ജീവിക്കാൻ മനസ്സില്ലാത്ത സ്വാർത്ഥത നോക്കുന്ന അണുകുടുംബത്തിലേക്ക് പോകാൻ ആശ്രയിക്കുന്ന ഞാനും എൻ്റേതെന്ന സുഖത്തിന് വേണ്ടി മാത്രമായി ചുരുങ്ങിപ്പോകുന്ന മനുഷ്യത്വമില്ലാത്ത മാനവിക ബോധം നഷ്ടപ്പെട്ട് സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം പിടിച്ചു പറിച്ച് കുടുംബത്തെ വെട്ടിമുറിക്കുന്ന പിശാചുക്കളുടെ കൂട്ടമായി നമ്മൾ മാറി ഇല്ലേ? ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ ആനന്ദമുണ്ട് കേട്ടോ, നിസ്സാരമായി കാണരുത്. നിങ്ങളൊന്ന് ആലോചിക്കുക, പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്ന കുടുംബങ്ങളിലൊന്നും ഒരു കുഞ്ഞു പോലും വിഷാദ രോഗിയോ മാനസിക രോഗിയോ ഒരു കുഞ്ഞു പോലും ആത്മഹത്യ ചെയ്യുന്നവരോ ഉണ്ടായിരുന്നില്ല. ഇന്ന് അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞുള്ളടത്ത് ആത്മഹത്യാ പ്രവണത കൂടുന്നത്, ലഹരി ഉപയോഗങ്ങൾ കൂടുന്നത്. എന്താ കാരണം? അവനൊരു ദുഃഖം വന്നാൽ അവൻ്റെ മനസ്സിനെ വായിച്ചെടുക്കാൻ അച്ഛനും അമ്മയ്ക്ക് സമയമില്ലെങ്കിൽ വീട്ടിൽ വേറൊരാളില്ല. ഉണ്ടോ? കൂട്ടുകുടുംബമാകുമ്പോൾ അങ്ങനെയല്ല. ഒരു കുഞ്ഞിനെ നിരീക്ഷിക്കാൻ എത്ര കണ്ണുകളാണ് ഉള്ളത്, മനസ്സിലാവുന്നുണ്ടോ? ഒരു ചെറിയ വിഷമം കണ്ടാൽ ചോദിക്കാൻ ചിറ്റമ്മയും കുഞ്ഞമ്മയും മാമനും അപ്പൂപ്പനും ഇല്ലേ, അമ്മാവനും, അങ്ങനെ തുടങ്ങിയ അനവധി പേരുണ്ട്. ഒരു ചെറിയ വിഷമം വന്നാൽ അത് പരിഹരിക്കാൻ നീ വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കാൻ ആളുണ്ടായിരുന്നു. ഇന്നതുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പലരും പറയുന്നത് അറിയോ, ഒരു കുഞ്ഞിനെയാണെങ്കിൽ തന്നെ നന്നായി വളർത്തണമെങ്കിൽ ഒരു കുഞ്ഞേ പറ്റത്തുള്ളൂ. തെറ്റാണ് കേട്ടോ. നന്നായി വളർത്തുക എന്ന് വെച്ചാൽ മാനസിക വികാസത്തെ വളർത്തുക എന്നുള്ളതാണ്. ആ ഒരു കുഞ്ഞിനൊന്നും മിണ്ടാനോ സംസാരിക്കാനോ അവനൊന്ന് ഇടപഴകാനോ കൂടെ കളിക്കാനോ ഇന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് അവൻ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മൊബൈലിലേക്കും ഇൻ്റർനെറ്റിലേക്കൊക്കെ അവ ഒതുങ്ങുന്നത്. പറഞ്ഞൊരു ആശയം മനസ്സിലായോ? എന്നതാണ് അവസ്ഥ. മാനസിക വികാസം ഇന്ന് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ഒരു വഴക്ക് പറയുമ്പോൾ ഇന്നലെ വരെ സ്നേഹിച്ച അമ്മയാണ് ഇന്ന് എന്നെ വഴക്ക് പറഞ്ഞത്, അതുകൊണ്ട് ആ അമ്മ ഇത് കഴിഞ്ഞാൽ വീണ്ടും എന്നെ സ്നേഹിക്കുമെന്ന് ചിന്തിക്കാൻ പോലും ബോധമില്ലാതെ അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ പേര് ഫാനകത്ത് കൊണ്ടൊന്ന് കയറ് കെട്ടി തൂങ്ങി ഊഞ്ഞാല് കെട്ടുന്ന കുട്ടികളാവുന്നു. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഒരു ചെറിയ കാര്യത്തിന് അമ്മ വഴക്ക് പറഞ്ഞാൽ ഇന്നലെ വരെ എന്നെ സ്നേഹിച്ച അമ്മയാണ് ഇപ്പോൾ എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞത്, ഈ അവസ്ഥ കഴിഞ്ഞാൽ വീണ്ടും അമ്മ എന്നെ സ്നേഹിക്കും എന്ന് ചിന്തിക്കാനുള്ള വിശാലത ഇന്നത്തെ കുട്ടികൾക്കുണ്ടോ? പറഞ്ഞൊരാശയം മനസ്സിലായോ? ഇവിടെയൊക്കെ നമ്മൾ ചുരുങ്ങിക്കഴിഞ്ഞു. എൻ്റേതെന്നൊരു ലോകത്തേക്ക് നമ്മൾ ചുരുങ്ങിയപ്പോൾ നമ്മുടേതെന്ന് പറയുന്ന വിശാലമായ ഒരു ലോകം നഷ്ടപ്പെട്ടു. ഇവിടെയാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വരികൾ നമ്മൾ ഓർക്കുന്നത് നല്ലതാ. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. ആ അവസ്ഥയിലേക്ക് പോകരുത് ദയവ് ചെയ്ത്. ശരി, ഇവിടെ എന്തായാലും ആപദ്ധർമ്മം എന്നുള്ള നിലയിൽ ദേവകിയെ രക്ഷിച്ചെടുത്തു. ദേവകിയുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ച സമയത്ത് വസുദേവർ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചു. ആ കുഞ്ഞിനെ എടുത്ത് നേരെ എവിടെ എത്തിച്ചു? കംസൻ്റെ അടുത്തേക്ക് എത്തിച്ചു. ഇവിടെയാണ് ദേവകിയുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ജന്മം കൊടുത്ത 10 മാസം ആറ്റുനോറ്റ് അല്ലേ, ഗർഭം ധരിച്ച് ജന്മം കൊടുത്ത കുഞ്ഞിന് ആ മാതൃത്വം ഒന്ന് അനുഭവിക്കാൻ പോലും സാധിക്കാതെയാണ് ദേവകിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നത്, തൻ്റെ ഭർത്താവ് കൊടുത്ത വാക്കിന് മുന്നിൽ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്താ മാതൃത്വം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരമ്മ എപ്പോഴാണ് മാതൃത്വത്തെ അനുഭവിക്കുന്നത്? ഒരമ്മ എപ്പോഴാണ് മാതൃത്വത്തെ അനുഭവിക്കുന്ന? മുലയൂട്ടുമ്പോഴാണ്. മനസ്സിലായില്ലേ? ആ പ്രസവ വേദനയൊക്കെ കഴിഞ്ഞ് ആ കുഞ്ഞിനെ അടുത്ത് കിടത്തി മുലയൂട്ടുന്ന സമയത്ത് ആ വേദനകൾ പോലും ആ അമ്മ മറക്കില്ലേ? ആ അമ്മ ആനന്ദം കൊള്ളുന്നത്. അതാണ് മാതൃത്വത്തിൻ്റെ ഏറ്റവും പ്രധാനമായ. അതിന് പോലും ആർക്ക് ലഭിച്ചിട്ടില്ല? ദേവകിക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തു. കംസൻ ഈ കുഞ്ഞിനെ വാങ്ങി. കുഞ്ഞിനെ വാങ്ങിയിട്ട് കംസൻ എന്ത് ചെയ്തു? വസുദേവരോട് പറഞ്ഞു, ഒന്നാമത്തതല്ലേ, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. തിരിച്ചു കൊടുത്തു വിട്ടു. കാര്യം ഒന്നാമത്തവനെ ഞാൻ കൊല്ലേണ്ട കാര്യമുണ്ടോ? എന്താ കാരണം? 8ാമത്തവനാണ് എന്നെ വധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തവനെ ഞാൻ കൊല്ലേണ്ട കാര്യം ഇല്ല. കംസൻ തിരിച്ചു കൊടുത്തു. വസുദേവർക്കൊരാശ്വാസമായി. പക്ഷേ ദുഷ്ടന്മാർ കൊടുക്കുന്ന ആശ്വാസത്തിന് വലിയ ആയുസ്സൊന്നും ഉണ്ടാവില്ല. ദുഷ്ടന്മാരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. മനസ്സിലായില്ലേ? അവരിപ്പം നല്ലത് ചെയ്യും, ചിലപ്പോൾ അടുത്ത നിമിഷം നേരെ ഓപ്പോസിറ്റും ചെയ്യും. വസുദേവർക്ക് ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടി, കുഞ്ഞിനെ തിരിച്ചു കിട്ടി. ഈ കുഞ്ഞിനെയും കൊണ്ട് തിരികെ പോകുന്ന വേളയിൽ ആ ഗർഗമുനി, ആ കുലാചാര്യനായ ഗർഗമഹർഷി ആ കുഞ്ഞിന് പേരിടുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനും പേരിട്ടത് ഗർഗമുനിയാണ്, അച്ഛനും അമ്മയും അല്ല.
മനസ്സിലായില്ലേ? ബലരാമനും പേരിട്ടത് ഗർഗമുനിയാണ്. ആ ഗർഗമുനി ഈ കുഞ്ഞിന് പേരിടുന്നുണ്ട്. എന്താണ് ആ കുഞ്ഞിൻ്റെ പേരെന്താ? എല്ലാ ദിവസവും ഭഗവാൻ കൃഷ്ണനെ തൊഴുതാൻ വരുന്നവരാണല്ലോ നിങ്ങളൊക്കെ. കീർത്തിമാൻ. അപ്പോൾ ഭഗവാന്റെ ആ ആദ്യത്തെ സഹോദരന് മാത്രമേ ഒരു പേരുള്ളൂ, പിന്നെ ഒന്നിനും പേരിടുന്നില്ല കേട്ടോ. ആദ്യത്തെ ആ സഹോദരൻ്റെ പേര് കീർത്തിമാൻ എന്ന് പേരിട്ടു. ഇതേ സമയത്ത് കംസനെ കാണാൻ വേണ്ടി ഒരു അതിഥി വന്നു. കംസൻ സൽക്കരിച്ചു. ഈ അതിഥിയോട് ചോദിച്ചു, അങ്ങയുടെ വരവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അങ്ങനെ ഒരാളാണ് വരുന്നത്. കാരണം വരുന്ന സ്ഥലത്ത് പ്രിയം പറയുന്ന ആളാണ് വന്നത്. ഈ പോകുന്ന സ്ഥലത്തൊക്കെ പ്രിയം പറഞ്ഞ് ചെല്ലുന്ന സ്ഥലത്ത് ആളിൻ്റെ ബന്ധുവായി മാറുന്ന ഒരാളുണ്ട് പുരാണത്തിൽ. ആരാന്നറിയാവോ? നാരദരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ദേവന്മാർക്കും ഇഷ്ടമാണ്, അസുരന്മാർക്കും ഇഷ്ടമാണ്. നാരദർക്ക് ഒരിടത്തും നോ എൻട്രി ഇല്ല. മനസ്സിലായില്ലേ? നാരദർക്ക് എല്ലായിടത്തും എൻട്രി ഉണ്ട്. എന്താ കാരണം? നാരദർ ചെല്ലുന്ന സ്ഥലത്ത് അവിടെയുള്ള ആരാണോ അവർക്ക് പ്രിയം പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പ്രിയം പറയുന്ന ആളാണ് നാരദർ വന്നു. നാരദർ ചോദിച്ചു, അല്ലയോ കംസ, ഞാനിങ്ങനെ ലോക കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് വരുമ്പോൾ ഇവിടെ വലിയൊരു കല്യാണമൊക്കെ നടന്നു എന്നൊക്കെ കേട്ടല്ലോ. സഹോദരിയുടെ കല്യാണമൊക്കെ കെങ്കേമമായി നടന്നു. ബാക്കിയൊന്നും ചോദിച്ചില്ല. ബാക്കി കംസനെ കൊണ്ട് പറയിപ്പിക്കണം. മനസ്സിലായില്ലേ? ഞാൻ അറിഞ്ഞു. പിന്നെ എന്തോ ഒരു അശരീരി കേട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത്രയും ചോദിച്ചു. അപ്പം നാരദരോട് കംസൻ പറഞ്ഞു, ശരിയാണ്, ദേവികയുടെ വിവാഹം കഴിഞ്ഞു, ഒരു അശരീരി വാക്യം കേട്ടു, അതൊരു ദുഃഖകരമാണ് മഹർഷേ. എന്നാലും പറയൂ, കേൾക്കട്ടെ. 8ാമത്തെ പുത്രൻ വധിക്കുന്നത്. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ അവരെ വിട്ടു. 8ാമത്തെ കുഞ്ഞിനെ കൊണ്ടുതരാം, എല്ലാ കുഞ്ഞിനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വസുദേവർ കൊണ്ടുവന്നതേ ഉള്ളൂ. ഞാൻ തിരിച്ചു കൊടുത്തങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 8ാമത്തെ വന്ന് അവനെ ഇല്ലാതാക്കണം. അതോടുകൂടി പ്രശ്നമില്ല. ഈ സമയത്ത് നാരദർ കംസനോട് ചോദിച്ചു, കംസ, നീ ഇത്രയും മണ്ടനാടോ? മനസ്സിലായില്ലേ? ആദ്യം മണ്ടനെന്ന് കേട്ടു, പിന്നെ ജ്ഞാനിയാണെന്ന് പറഞ്ഞു, ഇപ്പോൾ വീണ്ടും മണ്ടനാന്ന് വെച്ചു. അപ്പം നീ അത്രയും മണ്ടനാണോ? നിനക്ക് ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയി. എന്താ കാരണം? നീ ഏതർത്ഥത്തിലാണ് നിൻ്റെ ശത്രുവിനെ നീ വിട്ടുകൊടുത്തത്? ഇപ്പം കംസൻ പറഞ്ഞു, ആദ്യത്തെ കുഞ്ഞല്ലേ, 8ാമത്തവനല്ലേ വധിക്കുന്നത്. ഇവിടെ നാരദർ വിടാനുള്ള ഭാവമല്ല. നാരദർ ഒരു കാര്യം ഉദ്ദേശിച്ചു എന്നാൽ അത് നേടിയെടുക്കും. ഇവിടെ നാരദരുടെ ഉദ്ദേശങ്ങൾക്ക് ഓരോന്നിനും ശ്രേഷ്ഠമായ സ്ഥാനമുണ്ട് കേട്ടോ. ഈ നാരദർ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ പരദൂഷണം പറയുന്ന ആളല്ല, പരഭൂഷണം പറയുന്ന ആളാണ്. പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താ? പരദൂഷണം എന്താ? നല്ലതിനെ മോശമാക്കി പറയുന്നതാണ് പരദൂഷണം, അല്ലേ? യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം ഒന്നുകൂടി ഉള്ളിലേക്ക് എടുത്താൽ പരനെന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ദൂഷിക്കുക എന്ന് വെച്ചാൽ ദുഷിപ്പിക്കുന്നത്. അപ്പം മറ്റുള്ളവനെ ദുഷിപ്പിക്കുന്നതിന് പരദൂഷണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? എല്ലാവരിലും ഈശ്വരനാണ് ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മറ്റൊരു നല്ലൊരാളിനെ നമ്മൾ മോശമായി പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അയാളുടെ ശരീരത്തെ മാത്രമല്ല, അയാളിൽ കുടികൊള്ളുന്ന ഈശ്വരാംശത്തെ കൂടിയിട്ടാണ് ദുഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരാളിനെ നമസ്കരിക്കുമ്പോൾ നമസ്തേ എന്ന വാക്ക് പറയുന്നത്. എന്താ നമസ്തേ എന്ന വാക്കിൻ്റെ അർത്ഥം? നമ അധികം തേ, ഞാൻ നിങ്ങളിലെ ഈശ്വരനെ നമസ്കരിക്കുന്നു എന്നാണ്. ആ വ്യക്തിയല്ല നമസ്കരിക്കുന്നത്, ഞാൻ നിങ്ങളിലെ ഈശ്വരാംശത്തെ നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചും അതേ വാക്കല്ലേ പറയണം നമസ്തേന്ന്. എന്താ കാരണം? ഞാൻ നിങ്ങളിലെ ഈശ്വരാംശത്തെ നമസ്കരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സർവ്വതിലും ഈശ്വരനെ കാണാനാണ് ഇത്തരം ആചരണങ്ങളൊക്കെ കടന്നു വന്നത്. അപ്പോൾ ഇവിടെ ആ പരഭൂഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരം. മനസ്സിലായില്ലേ? ഈശ്വരനെ അലങ്കാരമാക്കുന്നവനാണ് നാരദൻ. നാരദൻ എവിടെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അധർമ്മികളെ ഇല്ലാതാക്കാനും നല്ലതിനെ വളർത്താനുമാണ്. ഇവിടെ നാരദരുടെ പ്രവൃത്തി നമ്മൾ ബാഹ്യമായി ചിന്തിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ നാരദരെ തെറ്റിദ്ധരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ശ്രേഷ്ഠനായ മഹർഷിയെ നമ്മളിപ്പോഴും പറയുന്ന നാട്ടിലെ ഏറ്റവും മോശപ്പെട്ടവനെ നോക്കി നാരദ എന്ന് വിളിക്കുന്ന ഗതികെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് നമ്മളത് വിളിക്കുന്നത്. നാരദർ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഇനി ഇവിടെ പറഞ്ഞു വന്നത് എന്താ? നാരദർ വന്ന് കംസനോട് പറയും, കംസ, ദേവന്മാർക്ക് പൊതുവിലൊരു പേരുണ്ടല്ലോ, അഷ്ടമൻ എന്നൊരു പേരുണ്ട്. മനസ്സിലായില്ലേ? ദേവന്മാരെല്ലാവർക്കും ഒരു പേരുണ്ട്, അഷ്ടമൻ എന്നൊരു പേരുണ്ട്. അഷ്ടമൂർത്തികളാണ് എല്ലാ ദേവന്മാരും. മനസ്സിലായില്ലേ? അഷ്ടരാഗത്തെയും കടത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അഷ്ടമൻ എന്നുള്ള പേര് ഉള്ളത്. അങ്ങനെയുള്ള ദേവൻ ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ഈ ഒന്നാമത്തവനെ അഷ്ടമനായിട്ട് കണക്കാക്കാം. അഷ്ടമൻ എന്നുള്ളത് 8ാമത്തെ പുത്രൻ എന്നർത്ഥത്തിൽ ജനിക്കുന്ന എണ്ണത്തിലെടുക്കണമെന്നില്ല. അഷ്ടമൻ എന്ന ഭാവത്തിലെടുത്താൽ ഇവൻ 8ാമനാണെന്ന് കണക്കാക്കാം. കംസൻ എന്നിട്ട് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. പെട്ടെന്നൊന്നും അങ്ങനെ കംസനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്.
ഈ അഹങ്കാരത്തിലിരിക്കുന്ന ആളിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന കുറച്ച് പ്രയാസം അല്ലേ, ഏത് കാര്യമാണെങ്കിലും. പിന്നെ എന്ത് ചെയ്തു? ഒരു കൃത്യമായ ഒരു പഠന സമ്പ്രദായം നാരദർ ആവിഷ്കരിച്ചു. നാരദർ തൊട്ടു മുമ്പിലുണ്ടായിരുന്ന കൊട്ടാരത്തിൻ്റെ തൂണുകൾ എണ്ണി കാണിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ അങ്ങേയറ്റത്തെ തൂണിനെ നോക്കിയിട്ട് പറഞ്ഞു അത് 8 ആണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇനി നാരദർ പറഞ്ഞു, കംസനോട് പറഞ്ഞു അവിടുന്ന് എണ്ണാൻ പറഞ്ഞു. കംസൻ അവിടുന്ന് ഇങ്ങോട്ട് എണ്ണി. അപ്പോൾ ഇവിടെ നാരദർ ഒന്നെന്ന് എണ്ണിയത് ഏതായി മാറി? 8 ആയി. മനസ്സിലായില്ലേ? അപ്പം കംസനോട് പറഞ്ഞു അപ്പോൾ അതും 8 ആയില്ലേ? കംസൻ പറഞ്ഞു 8 ആയി. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 8ാമത്തതെന്നേ പറഞ്ഞോളൂ, അവസാനത്തെ പുത്രൻ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ താഴേന്ന് മേലിലോട്ടും എണ്ണാം. മനസ്സിലായില്ലേ? ദേവകിക്ക് 8 മക്കൾ ജനിച്ചിട്ട് 8ാമത്തവൻ എന്ന് ചോദിച്ചാൽ സാധാരണഗതി നമ്മൾ കണക്കൂട്ടുന്ന 8ൽ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാലും 1ാമത്തവൻ 8 ആയിട്ട് മാറും. അപ്പോൾ പറഞ്ഞു ആദ്യത്തേതും അവസാനത്തേതും ആണ് പ്രശ്നമില്ലേ, നീ വീണ്ടും മണ്ടനാവല്ലേ എന്ന് പറഞ്ഞു. പിന്നെന്ത് ചെയ്തു? ഒരു വൃത്തം വരച്ചു. ഈ വൃത്തത്തിൻ്റെ ചുറ്റിലുമായിട്ട് 8 വരയിട്ട് കാണിച്ചു. ഇനി ഇവിടെ നിന്ന് 8ാമത്തെ എണ്ണാൻ പറഞ്ഞു. മുകളിൽ നിന്ന് എണ്ണിയാൽ അതിൻ്റെ പുറകെ വരുമ്പോൾ 8 വരും, സൈഡിൽ നിന്ന് എണ്ണിയാൽ അതിൻ്റെ പുറകെ വരുമ്പോൾ 8 വരും, താഴെ നിന്ന് എണ്ണിയാൽ അതിൻ്റെ പുറകെ വരുമ്പോൾ 8 വരും, ഈ സൈഡിൽ നിന്ന് എണ്ണിയാൽ അതിൻ്റെ പുറകെ. അപ്പോൾ ഏതിൽ നിന്ന് തുടങ്ങുന്നു അതിൻ്റെ പുറകെ വരുമ്പോൾ ഏത് വരും? 8 വരും. കംസൻ അപ്പോഴത്തേക്ക് കാര്യം മനസ്സിലായി, എല്ലാം അപകടമാണ്, ഒന്നിനെയും വിടരുത്. മനസ്സിലായില്ലേ? അപ്പോഴേ വസുദേവനടുത്ത് ആളിനെ വിട്ട് വിളിപ്പിച്ചു, കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു, നിലത്തടിച്ചു കൊന്നു. ഇങ്ങനെ 6 കുഞ്ഞുങ്ങളെയും കൊന്നു. ഇവിടെ എന്തിനാണ് ഇവിടെ ഈ നാരദർ ഇങ്ങനെയൊരു കർമ്മം ചെയ്യിച്ചത്? നാരദർ ഏത് കർമ്മം ചെയ്യിക്കുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട്, വെറുതെ അല്ല. നാരദർക്ക് ഈ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? പിന്നെ എന്തിനാണ് ഇങ്ങനൊരു കർമ്മം ചെയ്യിച്ചത്? പല കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഒരു കാരണം, പൂർവ്വജന്മത്തിൽ മരീചിയുടെ മക്കളാണ് ശാപം നിമിത്തം 3 തലമുറയിൽ ജനിച്ച് ഏറ്റവും ഒടുവിൽ ദേവകിയുടെ ഉദരത്തിൽ വന്ന് ജനിക്കുന്ന ഷഠാനന്മാരെന്ന് പറയുന്ന 6 പേർ. ഒരാദ്യം ജനിക്കുന്ന പ്രഹ്ലാദൻ്റെ സഹോദരനായിട്ട്, ഹിരണ്യകശിപുവിൻ്റെ പുത്രനായിട്ട്. രണ്ടാമത് കാലനേമിയുടെ മക്കളായിട്ട് ജനിച്ചു. അത് കഴിഞ്ഞ് 3ാമതാണ് ദേവകിക്ക് ഭഗവാന്റെ സഹോദരങ്ങളായി ജനിക്കുന്നത്. ഇത് മരീചിയുടെ പുത്രനാണ്. മരീചി എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ പുത്രനാണ്, നാരദരുടെ സഹോദരനും കൂടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സഹോദരൻ്റെ മക്കളെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് നാരദർ വന്നത്. എന്തുകൊണ്ടാണ്? ഈ ജന്മം മുഴുവൻ കിടന്ന് യാതനയെ അനുഭവിക്കുന്ന ദുഃഖം ഒറ്റയടിക്ക് അനുഭവിച്ചു, ഒറ്റ കൊല്ലക്കത്തിൽ തന്നെ കൊടുത്തു. മനസ്സിലായില്ലേ? മുഴുവൻ കിടന്നുള്ള യാതനകൾ വേണ്ട. 3 ജന്മം കഴിഞ്ഞു. കാരണം 3ാമത്തെ ജന്മത്തിൽ അവിടെ ശുദ്ധീകരിക്കലാണ് നടക്കുന്നത്. മറുഭാഗം നോക്കിയാൽ ഈ കംസനെ തോന നാൾ ഭൂമിയിൽ ജീവിപ്പിക്കാൻ നാരദർ ആഗ്രഹിക്കുന്നില്ല, ദേവന്മാരും. കാര്യം ദേവന്മാർ നാരദരോട് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. കാരണം രാമാവതാര കാലത്ത് രാമൻ വന്നത് എന്തിനാ? അസുരന്മാരെ ഇല്ലാതാക്കാനാണല്ലോ, രാവണന്മാരെയൊക്കെ കൊല്ലാനാണ്. പക്ഷേ ഈ കർമ്മം ചെയ്യാൻ വേണ്ടി കുറേ കാലം പിടിച്ചു. പെട്ടെന്നൊന്നും ആര് ചെയ്തില്ല? രാമൻ ചെയ്തില്ല. രാമൻ വന്നു, ജനിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ വനയാത്ര ചെയ്തു, ഇല്ലേ? വനത്തിലേക്ക് പോയി. വനത്തിൽ പോയതിന് ശേഷം സീതയെ വിവാഹം കഴിച്ചു. വനയാത്രയിലാണല്ലോ താടകയൊക്കെ വധിക്കുന്നത്. അത് കഴിഞ്ഞ് സീതയെ വിവാഹം കഴിച്ചു. സീതയെ വിവാഹം കഴിച്ചു വന്ന് കൊട്ടാരത്തിലൊരു 10-13 വർഷക്കാലം പിന്നിട്ട് കഴിയുമ്പോഴാണ് രാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുന്നത്. ആ സമയത്ത് വനത്തിലേക്ക് പോയി. പിന്നീട് ഒരു 14 വർഷം തികയാറാവുമ്പോഴാണ് ആരെ വധിക്കുന്നത്? രാവണനെ നിഗ്രഹിക്കുന്നത്. ഏതാണ്ട് ഒരു 50-55 വയസ്സ് വരെ കഴിഞ്ഞിട്ടാണ് രാവണനെ കൊല്ലുന്നത്. അത്രയും കാലം വരെയും രാവണൻ്റെ ദുഷ്ടത ആര് സഹിക്കേണ്ടി വന്നു? ഈ നാട്ടിലുള്ള സജ്ജനങ്ങൾ സഹിക്കേണ്ടി, ദേവന്മാരടക്കം സഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് കൃഷ്ണാവതാരത്തിന് ഭഗവാൻ പുറപ്പെട്ട സമയത്ത് തന്നെ ദേവന്മാർ ചോദിച്ചു, ഭഗവാനെ അന്നത്തെ കണക്ക് ലോങ് ട്രിപ്പ് ആയിരിക്കുമോ? പോയ കാര്യം വളരെ വേഗത്തിൽ ചെയ്യണം. മനസ്സിലായില്ലേ? കംസനെ അങ്ങ് മറ്റ് നരസിംഹാവതാരമൊക്കെ എടുത്തപ്പോൾ പെട്ടെന്നല്ലേ പോയി നിഗ്രഹിച്ചത്, അതുപോലെ അങ്ങ് എടുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഏതൊരു കർമ്മം ചെയ്യണമെങ്കിലും അതിനൊരു കാരണം വേണം. കംസനെ പെട്ടെന്ന് അങ്ങോട്ട് എന്ന് പിടിച്ച് കൊല്ലാൻ പറ്റുമോ? ഒരു ശിക്ഷ കൊടുക്കണമെങ്കിൽ അതിന് തക്കതായ കുറ്റം ചെയ്യണ്ടേ? വേണോ വേണ്ടയോ? പ്രത്യേകിച്ചും വധശിക്ഷയാണ് കൊടുക്കുന്നത്. അപ്പോൾ വധശിക്ഷ കൊടുക്കുന്ന നമ്മളെ കോടതി പോലും പറയും എന്താ, അപൂർവങ്ങളിൽ അപൂർവം, അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കാര്യം എന്താ? അത്രയധികം. ഇവിടെ ഏറ്റവും വലിയ പാപത്തിൻ്റെ കലവറ കംസനിലേക്ക് നിറയ്ക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ പാപത്തിൽപ്പെടുന്നതാണ് ശിശുഹത്യ. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്താ? കാരണം തിരിച്ചു പ്രതികരിക്കാൻ ശേഷിയുള്ളവരാണോ ശിശുക്കൾ? ആണോ? മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ശിശുഹത്യ, കുഞ്ഞുങ്ങളോടുള്ള അക്രമം ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ലാത്തതാണ്. കാരണം തിരിച്ചൊന്ന് പ്രതികരിക്കാനോ ഒന്ന് ശബ്ദിക്കാനോ പോലും ആർക്ക് കഴിവില്ല? കുഞ്ഞുങ്ങൾക്ക് കഴിവില്ല. അപ്പോൾ അത്രയും വലിയ മഹാപാതകത്തിൻ്റെ കലവറ മുഴുവൻ ആരിലേക്ക് നിറച്ചു? കംസന്
അതിൻ്റെ ഉടമസ്ഥാവകാശം കൊടുത്തു. കംസനെ വളരെ വേഗത്തിൽ നിഗ്രഹിക്കാനുള്ള കാരണത്തെ സൃഷ്ടിച്ചു കൊടുക്കലാണ് ചെയ്തത്. പിന്നെയോ മരീചിയുടെ മക്കളെ മോചിപ്പിക്കുകയും വേണം. മനസ്സിലായില്ലേ? ഈ 2 കാര്യങ്ങളും നാരദൻ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 7ാമത്തെ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ദേവകിയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടു. 6 പേരെ കൊല്ലുന്ന ആൾ 7ാമത്തനെ വെറുതെ വിടത്തില്ലല്ലോ. പക്ഷേ 7ാമത്തെ കുഞ്ഞ് വധിക്കപ്പെടാൻ പാടില്ല. എന്താ കാരണം? രാമാവതാര കാലത്ത് അവിടെ ശ്രീരാമചന്ദ്രൻ്റെ അനുജനായി ലക്ഷ്മണൻ ജനിച്ചിരുന്നു, ഇല്ലേ? കൂടെ നിഴലായിട്ട്. ഈ ലക്ഷ്മണൻ ആരായിരുന്നു? യഥാർത്ഥത്തിൽ അനന്തനായിരുന്നു. മനസ്സിലായിരുന്നില്ലേ? ഭഗവാൻ പള്ളി കൊള്ളുന്ന അനന്തനായിരുന്നു. ആ അനന്തൻ ആയിരുന്ന ലക്ഷ്മണൻ ഭഗവാന്റെ നിഴല് പോലെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു. പല സമയത്തും ഭഗവാനെ നിയന്ത്രിക്കാൻ പോലും ആര് തയ്യാറാവും? ലക്ഷ്മണൻ അങ്ങോട്ട് കയറി ഉപദേശിക്കുന്നുണ്ട്. ലക്ഷ്മണൻ ചിലപ്പോൾ പറയും, ഭഗവാനെ അങ്ങനല്ല, ഞാൻ ചെയ്തു തരാമെന്ന് പറയും. ഇപ്പോൾ ദശരഥൻ കാട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ എന്താ പറയുന്നത്? അച്ഛനെ ഞാൻ പിടിച്ചു കെട്ടാം, ഭരതനെ കൊല്ലാം, രാജ്യം പേടിച്ചു തരാം. മനസ്സിലായില്ലേ? ഈ രാമനോടുള്ള സ്നേഹം കൂടി വരുമ്പോൾ ലക്ഷ്മണൻ പലപ്പോഴും അല്പം വിവരക്കേട് കാണിക്കും. ആ സമയത്തൊക്കെ രാമൻ ലക്ഷ്മണനെ ഉപദേശിച്ച് ശാന്തനാക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഈ ലക്ഷ്മണൻ പലപ്പോഴും രാമനോട് പറഞ്ഞു, ഞാൻ അനുജനായതുകൊണ്ടല്ലേ എല്ലാം അനുസരിക്കേണ്ടി വരുന്നത്. ഈ അനുജന്മാരായി ജനിക്കുന്നവർക്ക് അങ്ങനെ ഒരു ദുഃഖമുണ്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഈ ഇളയ കുഞ്ഞായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ അമ്മയെ മാത്രം പേടിച്ചാൽ പോരാ, പിന്നെ ആരെ പേടിക്കണം? മൂത്തവരെ പേടിക്കണം. ഇളയ ആളായി കഴിഞ്ഞാൽ പിന്നെ പട്ടാള ഭരണത്തിൻ്റെ കീഴിലാണ്. അങ്ങോട്ടുമില്ല സ്വാതന്ത്ര്യം, ഇങ്ങോട്ടുമില്ല. കണ്ണ് ഒരുപാട് വെട്ടിക്കണം. അപ്പോൾ അന്നേ പറഞ്ഞു, എന്നെങ്കിലും ഒരു അവസരം തിരിച്ചെൻ്റെ കയ്യിൽ കിട്ടിയാൽ അന്ന് ഞാൻ റെഡിയാക്കി തരാം. മനസ്സിലാവുന്നുണ്ടോ? ഇത് പറഞ്ഞ സമയത്ത് തന്നെ ഭഗവാനാവട്ടെ ഒരാളിൻ്റെ പ്രാർത്ഥനയെ നിരാകരിക്കത്തില്ല. ഏത് തരത്തിൽ പ്രാർത്ഥിച്ചാൽ അതെല്ലാം ഭഗവാൻ സാധിച്ചു കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് ഏത് തരത്തിലാണോ അതേ തരത്തിൽ അതിന് ഫലം കൊടുക്കും. ഇവിടെ ഭഗവാൻ പറഞ്ഞു, അടുത്ത ജന്മത്തിൽ ഞാൻ ജ്യേഷ്ഠൻ്റെ സ്ഥാനം തന്നേക്കാം, പ്രശ്നമില്ലല്ലോ, എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നതൊന്ന് നിയന്ത്രിക്കുക, ചെവിക്ക് പിടിച്ചോളാമെന്ന്. അയാളാണ് ഇവിടെ ബലരാമനായിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ബലരാമനായി വരുന്നത് കൊണ്ട് ഈ ചെവിക്ക് പിടിക്കണമെങ്കിൽ ആൾ ജീവിച്ചിരുന്നാലല്ലേ പറ്റൂ. കംസൻ്റെ കൈ പോയാൽ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? യോഗമായ ദേവിയെ കൊണ്ട് നേരെ ദേവകിയുടെ ഉദരത്തിൽ നിന്ന് ഈ കുഞ്ഞിനെ എവിടേക്ക് മാറ്റി? ഈ രോഹിണിയിലേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇന്നത്തെ കാലത്തല്ല മൊബൈലിൽ നിന്ന് മെസ്സേജ് അയക്കാൻ പറ്റുക, ഗർഭത്തെ വരെ അയച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ ഭഗവാൻ? നമ്മൾ വിചാരിക്കും നമ്മൾ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വീഡിയോ ഒക്കെയാണ് ചാറ്റ് ചെയ്യുന്നതെന്നല്ലേ. ഇതൊക്കെ ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പം വരാം, കണ്ടെത്തപ്പെടാം. എന്തായാലും ഭഗവാൻ അവിടെ ആ ഗർഭസ്ഥ ബീജത്തെ മറ്റൊന്ന് ഇവിടെ ആ ജന്മശിശുവിനെ ആക്കി നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ ശരീരം സ്വീകരിക്കുന്നതിന് 3 ഘടകങ്ങളുണ്ട്: സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. മനസ്സിലായില്ലേ? സൂക്ഷ്മ ശരീരമാണ് നമ്മളിലേക്ക് പ്രവേശിക്കുന്ന ജീവൻ, അതിന് കാരണമാകുന്നതാണ് നമ്മളിൽ ലഭിക്കുന്ന ശരീരം, അതിൻ്റെ വിരാട രൂപമാണ് സ്ഥൂല ശരീരമായിട്ടിത് നിലനിൽക്കുന്നത്. ആ കാരണ ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും നേരെ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് കൃത്യമായിട്ട് അവിടെ നടന്നത്. അപ്പം ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്ന് എല്ലാവരും വിചാരിച്ചു. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉദിക്കുന്നുണ്ട്. ഭഗവാന്റെ അവതാരം മുഴുവൻ പ്രശ്നങ്ങളാണ്. മനസ്സിലായില്ലേ? സർവത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഭഗവാൻ ഭൂമിയിലേക്ക് വരുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പരിഹരിക്കുക, ഇതാണ് ഭഗവാന്റെ ലീല. മനസ്സിലായില്ലേ? അച്ഛനും അമ്മയും ജനിക്കുന്നതിന് മുമ്പേ താൻ കാരണം പിടിച്ച് ജയിലിലിട്ടു. മനസ്സിലാവുന്നുണ്ടോ? ജനിച്ചതിന് ശേഷമല്ല, ജനിക്കുന്ന ഒരാളിനെ ചൊല്ലി ജനിക്കുന്നതിന് മുമ്പേ ആർക്കെങ്കിലും ജയിലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദേവകിക്കും വസുദേവർക്കും മാത്രമാണ്. താൻ ജനിക്കുന്നു എന്നുള്ള അറിവ് കൊടുത്തപ്പോൾ തന്നെ അച്ഛനും അമ്മയും ജയിലിൽ പോയി. ഇങ്ങനെ വരെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട ഭഗവാൻ. ഇതാണ് ഭഗവാന്റെ ലീലകളെ വളരെ സവിസ്തരം നമ്മൾ പഠിക്കേണ്ട ഒരു പാർട്ടാണ്. നമുക്ക് എത്ര സമയം കൊണ്ട് പറഞ്ഞു തീർക്കാനൊന്നും പറ്റുന്നൊന്നും ഒരുറപ്പും ഇല്ലാത്തതാണ് ഭഗവാന്റെ ലീല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്രകാരം നേരെ ദേവകിയുടെ ആ 7ാമത്തെ ഗർഭം അലസി എന്നാണല്ലോ നാട്ടിലെല്ലാവരും അറിയുന്നത്. ഈ ഒരു അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഭഗവാൻ ദേവകിയുടെ 8ാമത്തെ പുത്രനാണെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? 8ാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്താലല്ലേ 8ാമത്തെ പുത്രനെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ 8ാമത്തെ കുഞ്ഞിന് യഥാർത്ഥത്തിൽ രോഹിണിയുടെ ഉദരത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദേവകിയുടെ ഉദരത്തിൽ എത്തി എന്നൊരു തലം മാത്രമേ ഉള്ളൂ. പ്രസവിച്ചിട്ടുണ്ടോ? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇവിടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ലീല? മൊത്തത്തിൽ കംസനെ ഭ്രമിപ്പിക്കലാണ് ഭഗവാന്റെ ജോലി. മനസ്സിലായില്ലേ? നമ്മൾ നാട്ടിൽ പറയുന്ന ഒരു പേരില്ലേ, 8ൻ്റെ പണി കൊടുക്കുക.
അല്ലേ? എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടിൽ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ വാക്കാണ് എട്ടിൻ്റെ പണി കൊടുക്കുക. ഈ എട്ടെന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും പുറത്ത് കിടക്കാൻ പറ്റാത്തൊരു സംഖ്യ എഴുതാൻ പറ്റുന്ന 8 മാത്രം, അല്ലേ? ഇങ്ങനെ ഒരു തുടങ്ങിയാൽ വീണ്ടും അവിടെ തന്നെ കിടന്ന് കറങ്ങും, മനസ്സിലായില്ലേ? പുറത്തേക്ക് പോക്കില്ല, ഇങ്ങനെ കിടന്ന് ചുറ്റിത്തിരിയുന്ന അവസ്ഥയാണ്. കംസനെ ഇട്ട് ചുറ്റിത്തിരിപ്പിക്കലാണ് ഭഗവാൻ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞത് ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട് ജനിക്കും. പിന്നെ ജനിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അഷ്ടമിയിലാണ് ജനിക്കുന്നത്, അല്ലേ? വിവാഹം നോക്കുമ്പോൾ 8 പേരെ വിവാഹം കഴിച്ചു. ഇങ്ങനെ 8 എന്ന് പറയുന്ന ഭഗവാന്റെ ജീവിതത്തിൻ്റെ ഒരു സംഖ്യയാണ്. സംഖ്യാത്മകമായ ദർശനമായി ഭഗവാൻ വിരാജിക്കലാണ്. ഇവിടെ ദേവയുടെ 7ാമത്തതിനെ മാറ്റി 8ാമത്തതാണോ എന്നൊരു ചെറിയ സംശയം ഉണ്ടാക്കി. അപ്പോൾ 8ാമത്തെ കുഞ്ഞ് രോഹിണി ജനിച്ചു. ഇനി 8ാമത്തെ ഗർഭത്തിലേക്ക് വന്ന ഭഗവാനാണ്. ആ സമയത്ത് ഭഗവാന്റെ ചൈതന്യം കൊണ്ട് ദേവകിയുടെ ചൈതന്യം വർദ്ധിക്കാൻ തുടങ്ങി. സാധാരണഗതിയിൽ ഗർഭവതികളാവുമ്പോൾ സ്ത്രീകൾ വെളുക്കാറുണ്ട്, ഇല്ലേ? ശരീരം ക്ഷീണിക്കാറുണ്ട്, അവശത വരും. പക്ഷേ ഇവിടെ ദേവകിയെ കാണും തോറും കംസൻ്റെ ഭയം കൂടാൻ തുടങ്ങി. കാരണം എന്താ? ദേവകിക്ക് ക്ഷീണവും ഇല്ല, യാതൊരു വിധമായ അവശതയില്ല. കാരണം ദേവകിയുടെ തേജസ് കൂടിക്കൊണ്ടിരിക്കുക. കാരണം എല്ലാത്തിനും തേജസ് പകരുന്ന ഭഗവാനാണല്ലോ ഈ ഉദരത്തിലുള്ളത്. അത് കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കംസൻ്റെ ഭയം കൂടി, കയ്യിലും കാലിലും ഒക്കെ ചെങ്ങലയിട്ടു. എല്ലാം ഇട്ട് ഒരു ഈച്ച അകത്തോട്ടും പുറത്തോട്ടും കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ആരെ അടച്ചു? ദേവകിയും വസുദേവരെയും അടച്ചു. കാവൽക്കാരെ ഏർപ്പാട് ചെയ്തു. ഓരോ ദിവസങ്ങൾ കടന്നുപോയി. ചിങ്ങമാസത്തിലെ അഷ്ടമിയിൽ, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് ചിന്തിക്കണം. നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമ്മൾ പറയും ഇന്ന മാസത്തിലെ രോഹിണിയിലാണ്, അല്ലെങ്കിൽ മൂലത്തിലാണ്, അല്ലെങ്കിൽ ചതയത്തിലാണ്, ഇല്ലെങ്കിൽ തൃക്കേട്ടയിലാണ്, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ചിങ്ങമാസത്തിലെ അഷ്ടമിയിൽ ഭഗവാൻ ജനിച്ചു. ഇവിടെ രോഹിണിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പ്രാധാന്യം ഏതിനാ? അഷ്ടമിക്കാണ്. മനസ്സിലായില്ലേ? തിഥിക്കാണ് പ്രാധാന്യം. ജന്മനാളിൻ്റെ പ്രാധാന്യത്തിൽ തിഥിയാണ്. ജന്മനക്ഷത്രത്തിനേക്കാളും ഇവിടെ തിഥിയാണ്. 2 ഈശ്വരന്മാർക്ക് മാത്രമേ ഉള്ളൂ നക്ഷത്രത്തിനോടൊപ്പം സംഖ്യ പറയുന്നത്. ആർക്കൊക്കെയാണെന്നറിയോ?